ആവശ്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുണ്ട്, വേണമെങ്കിൽ നാളെ എടുക്കാം. ഇന്ന് തൽക്കാലം ഞാൻ വേഗത്തിൽ പോട്ട്, അല്ലെങ്കിൽ തീരിയില്ല. അതുകൊണ്ട് ഞാൻ അല്പം കൂടെ വേഗത്തിൽ പോകട്ടെ. ഏതാണ്ടൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. തുടർന്ന് ഈ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ പറഞ്ഞു, സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്നിത്യാദി മനുഷ്യ സൃഷ്ടിയെ കുറിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണാം. ഞാൻ ഇച്ചിരൂടെ മുന്നോട്ട് പോട്ടെ. മുഴു പ്രപഞ്ചത്തിനും ഏക അധിപതിയായി ദൈവം വാണു. അതാണ് സ്വർഗീയ കൾച്ചർ, സ്വർഗത്തിൻ്റെ സംസ്കാരം. അതാണ് മുഴു ഭൂമിക്കും ഏക അധിപതിയായി സ്വർഗത്തിലെ ദൈവം വാണു. തൻ്റെ കീഴിൽ നക്ഷത്രങ്ങൾ, ദൂതന്മാർ എല്ലാം തൻ്റെ കീഴിലുണ്ട്. ശക്തികൾ, അധികാരങ്ങൾ എല്ലാം തൻ്റെ കീഴിലുണ്ട്. സകലവിധ ദൂതന്മാരും തൻ്റെ കീഴിലാണ്. ഈ സകലവിധ ദൂതന്മാരെയും തൻ്റെ കീഴിലാക്കിക്കൊണ്ട് ഏകാധിപതിയായി സ്വർഗത്തിലെ ദൈവം വാണിരുന്നു. നക്ഷത്രങ്ങളും എല്ലാം തൻ്റെ കീഴിലായിരുന്നു. എന്നാൽ സാത്താൻ സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഈ പരിപാടി നടക്കത്തില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഐ വിൽ ക്ലൈംബ് അഗെയിൻ, ഞാൻ സ്വർഗത്തിൽ കയറും എന്ന് പറഞ്ഞാൽ സ്വർഗത്തെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് കൊള്ളാം. സ്വർഗവും ഒരു വിഭിന്ന ഭാഗങ്ങൾ അടങ്ങുന്നതാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, തീരെ കുറച്ച് പേർക്കേ മനസ്സിലാകത്തുള്ളൂ. സൃഷ്ടിയിലേക്ക് മാറുമ്പോൾ, അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ അളവുകോൽ അവിടെ ഫലിക്കത്തില്ല. വേറൊരളവ് വേണം. അതിനെ അളക്കുന്നത് പ്രകാശവർഷങ്ങളിലാണ്. മനുഷ്യൻ പ്രപഞ്ചത്തെ അളക്കുന്നത് പ്രകാശവർഷങ്ങളിലാണ്. ഒരു സെക്കൻഡിൽ 86,000 മൈൽ ദൂരം യാത്ര ചെയ്യുന്ന വെളിച്ചം. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയുമായിരിക്കും, ഒരു മണിക്കൂറിൽ എത്ര ആയിരിക്കും, ഒരു ദിവസം എത്ര ആയിരിക്കും? ഒരു വർഷം കൊണ്ട് പ്രകാശം യാത്ര ചെയ്യുന്ന ദൂരത്തെയാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. 365 ഗുണം 60 ഗുണം 60 ഗുണം 24 ഗുണം 7 അങ്ങനെ അങ്ങോട്ട് പോകും. ഒരുപാട് ഗുണനക്ഷങ്ങൾ ഇട്ട് കഴിയുമ്പോൾ ഒരു വർഷം കൊണ്ട് ഈ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തെ പ്രകാശവർഷം എന്ന് വിളിക്കും. പ്രപഞ്ചത്തിൻ്റെ ആകെ അളവ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 30 ബില്യൺ പ്രകാശവർഷമാണ്. എന്ന് പറഞ്ഞാൽ 30,000 കോടി പ്രകാശവർഷമാണ് പ്രപഞ്ചത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വലിപ്പം. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ ഭൂമി, ഉൾപ്പെടുന്ന സൗരയൂഥം, ഉൾപ്പെടുന്ന പ്രപഞ്ചം ഭയങ്കര വേഗതയിൽ വടക്കോട്ട് യാത്ര ചെയ്യുക. ആരോ ഒരു പുള്ളി ഇതിനെ വടക്കോട്ട് വലിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ഇതറിയാം, വടക്കോട്ട് ഇത് പോകുന്നുണ്ടെന്നറിയാം. പോയിട്ടും ഒരു അന്തമില്ല, ഇതങ്ങ് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയെ വടക്കോട്ട് വലിക്കുന്നത് ആരാണെന്ന് കാണാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ താല്പര്യപ്പെട്ടു. ഒരുപാട് എയർ ഒബ്സർവേറ്ററീസ്, അന്തരീക്ഷം നിരീക്ഷിക്കുന്ന നിരീക്ഷണശാലകൾ ഭൂമിയിലുണ്ട്. അതിനകത്ത് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഒരു എയർ ഒബ്സർവേറ്ററി ഈ വടക്കേ നെബുളയെ, വടക്കേ ശൂന്യതയെ തന്നെ നോക്കുന്നതാണ്. വേറൊന്നും നോക്കുന്നില്ല, ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. അവരുടെ ദൃഷ്ടിയിൽ ചിലത് കിട്ടും. അവർ പറയുന്നത് അവിടെ വെള്ള നിറത്തിൽ ഒരു സിറ്റി ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇൻ്റർനെറ്റുമായി പരിചയമുള്ളവർ വൈറ്റ് സിറ്റി എന്നൊന്ന് തപ്പിയാൽ മതി, ഉടനെ വരും. വൈറ്റ് സിറ്റി, വെള്ള നിറത്തിൽ ഒരു പട്ടണമുണ്ട്, ഏതോ ഒന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ച് ഒരു കൊച്ചു ലേഖനം കൊടുത്ത് ഒരു വിശദീകരണമുണ്ട്. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യമാണ്. 12 നിരകളായി 12 അടിസ്ഥാനങ്ങളിന്മേൽ പണിതിരിക്കുന്നു. സ്വച്ഛ സ്ഫടികത്തിന് തുല്യമാണ്, വെള്ള നിറത്തിൽ കാണാം. ഈ പറയുന്ന മുഴുവൻ ലക്ഷണങ്ങൾ നോക്കുന്ന നീളവും വീതിയും ഉയരവുമുള്ള എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പോലെ ഇരിക്കും. ഭൂമിയിൽ കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്ന സകലതും ഗോളാകൃതിയിലിരിക്കുമ്പോൾ പുതിയ യെരൂശലേമിനെക്കുറിച്ച് മാത്രം പറയുന്നു, ആ പുള്ളി ഒരു കെട്ടിടത്തെ പോലെ ഇരിക്കുന്നത്. ഇവർ നോക്കി ചെല്ലുമ്പോൾ ഇരിക്കുന്ന ഒരു കെട്ടിടം വടക്കേ അറ്റത്ത്. ഈ കെട്ടിടത്തിൻ്റെ ആകർഷണ ശക്തി എന്നാ ഉണ്ട്. ഇവിടെ കാണും ഇരിക്കുന്ന സഹോദരന്മാരും ഞാനും കൂടെ ഒരു വടം വലിക്ക് വന്നാൽ അവരെന്നെ അങ്ങ് വലിച്ചടിപ്പിക്കും. കാര്യം എനിക്ക് ബലക്കുറവാണ്, അവരെന്നെ വലിച്ചടിപ്പിക്കും. പക്ഷേ അവിടെ ഒരു കൊച്ചു മോൻ ഇരിപ്പുണ്ട്, അവനും ഞാനും കൂടെ വടം വലിക്കുന്നത്, ഞാൻ അവനെ ഇങ്ങോട്ട് വലിക്കുമെന്നാൽ എൻ്റെ തോന്നൽ. വലിച്ചു കഴിയുമ്പോൾ അറിയാം, എൻ്റെ തോന്നൽ അങ്ങനെ. 2 വ്യക്തികൾ തമ്മിൽ വടം വലിച്ചാൽ കൂടുതൽ ബലമുള്ളവൻ ബലം കുറഞ്ഞവനെ വലിച്ചടിപ്പിക്കും. നമ്മുടെ മുഴുവൻ പ്രപഞ്ചത്തെയും വടക്കു എന്നുള്ള ഒരൊറ്റ ബിൽഡിംഗ് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ആകർഷിക്കുക. എന്ന വേഗതയിലാണ് ഇത് പോകുന്നത്? വെളിച്ചത്തിൻ്റെ വേഗതയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, വടക്കോട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്.
ആ സ്വർഗത്തിന് ഏറ്റവും കുറഞ്ഞത് 12 അടിസ്ഥാനങ്ങളുണ്ട്. അത് പടി കെട്ടിപ്പൊക്കിയിരിക്കുക. ഇറ്റ്സ് ക്യൂബിക്കൽ ഷേപ്പ്, കെട്ടിപ്പൊക്കിയിരിക്കുക. അതിലെ ഉന്നത ഭാഗത്താണ് സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്നത്. ഇതര ദൂതന്മാരെ അതിന് താഴെയായിട്ടാക്കി. സ്വർഗത്തിൽ തന്നെ ഉണ്ട് ഒത്തിരി പേര്, അവരെ ഇതിന് താഴെയായിട്ടാക്കി. നക്ഷത്രങ്ങളിലും എല്ലാം ഇവരെ പാർപ്പിച്ചിട്ടുണ്ട്. ലൂസിഫർ ഒരിക്കൽ പറഞ്ഞു, ദൈവം ഇരിക്കുന്നിടത്ത് ഞാൻ കയറും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ, അതാണ് അവൻ പറഞ്ഞത്, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ ദൈവം ഇരിക്കുന്നിടത്ത് ഞാൻ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞു. അങ്ങനൊരിക്കൽ തെറ്റ് ചെയ്തവന് പിന്നെ സ്വർഗത്തിൽ വെച്ചേക്കത്തുമില്ല. അതാണ് വേറൊരു, ഞാൻ ദൈവത്തോട് തുല്യനാകുമെന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീർന്നു, പിന്നെ അവനെ നോക്കണ്ട. ഒരുപാട് സഭകളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ അനുവദിക്കത്തില്ല. ഞാനാണ് സീനിയർ പാസ്റ്റർ, അല്ലെങ്കിൽ ഞാനാണ് പ്രസിഡൻറ്റ്, പരിശുദ്ധാത്മാവ് എന്നെ പറഞ്ഞാലും കേൾക്കുകയില്ലെന്ന് അങ്ങനെയുള്ളവനെ വിട്ടു ഓടിക്കണം. ചരിത്രത്തിൽ അവൻ നന്നാകുകയില്ല. പിന്നെ അവനെ നന്നാകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തോട് തുല്യനാക്കുവാൻ ശ്രമിക്കുന്നവൻ. ലൂസിഫറിനും പറ്റിയത് ഇതാണ്. അവൻ ദൈവത്തോട് തുല്യനാകാൻ ശ്രമിച്ചു. അതുകൊണ്ട് അവനെ സ്വർഗത്തിൽ നിന്ന് നീക്കിക്കളവാൻ ദൈവം തീരുമാനിച്ചു. അവനെ സ്വർഗത്തിൽ നിന്ന് ദൈവം നീക്കി. അവനെ സ്വർഗത്തിൽ നിന്ന് ദൈവം നീക്കി, അവനെ ഭൂമിയിലേക്ക് തള്ളി. ഭൂമിക്ക് പിന്നത്തേതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ഞാൻ ആ ഭാഗങ്ങൾ പിന്നെ ചിന്തിക്കാം. ആദ്യമേ ലൂസിഫർ സ്വർഗത്തിലായിരുന്നു, അവനെ ഭൂമിയിലേക്ക് തള്ളി. ഇപ്പം ഞാനൊന്ന് തൊട്ട് പറഞ്ഞോട്ടെ. ഭൂമിയുടെ അധിപനായി അവനെ കുറേ നാൾ പാർപ്പിച്ചു. ഞാൻ ആ ഭാഗത്ത് തിരിച്ചു വന്നോളാം. ഭൂമിയുടെ അധിപനായി ദൈവം അവനെ കുറേ നാൾ പാർപ്പിച്ചു. ഇവിടെ വന്നിട്ടും അവൻ്റെ സ്വഭാവം നന്നാകുന്നില്ല. അവൻ പിന്നെയും പഴയ ചിന്തയാണ്. അതുകൊണ്ട് ലൂസിഫറിന് പകരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദം ഹവ്വമാരെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ അടക്കി വാഴുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു. ഇന്നലെ രാത്രി ഞാൻ എടുത്തായിരുന്നു. ആത്മാവിനെ സ്വർഗത്തിൽ സൃഷ്ടിച്ചു, ശരീരം ഭൂമിയിലുണ്ടാക്കി. എസ്തർ എന്നൊരു പദമാണതിന്. ശരീരം ഭൂമിയിലുണ്ടാക്കി. എന്നിട്ട് നമ്മുടെ മറ്റേ പവർ പോയിൻറ്റിനകത്തായിരുന്നെങ്കിൽ എസ്തർ എന്ന പദമൊക്കെ ഉണ്ട്, അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും എല്ലാം ഉണ്ട്. നമ്മൾ വൈകിട്ട് നോക്കുക, എന്നാൽ അതൊന്നുകൂടെ കാണാം. അന്നേരത്ത് ഇതൊന്നുകൂടെ തറവാകും. ഇന്നലെ ഇത് കേട്ടവർക്ക് ഇത് കുറേ കൂടെ മനസ്സിലായി വരുന്നുണ്ട്. ഇത് 2 ദിവസം കൊണ്ട് തീരുന്നതല്ല. ഒരു സാധാരണ ശാസ്ത്രജ്ഞൻ 30 വർഷം പഠിക്കണം, 30 വർഷം. അത് കഴിഞ്ഞിട്ടാണ് അവർ ഈ നിഗമനങ്ങളിൽ എത്തുന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഒത്തിരി ഡീപ്പാണ് ഈ സബ്ജക്റ്റ്, ഒത്തിരി ഡീപ്പാണ്. എന്നെ കൊണ്ട് ഒക്കുന്നിടത്തോളം ലളിത ഭാഷയിൽ ഞാനിത് പറയുക. പുരുഷനും സ്ത്രീയും ആണും പെണ്ണുമായി ദൈവം അവരെ സൃഷ്ടിച്ചു. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവാൻ ആവശ്യപ്പെട്ടു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിൽ ചില പദവികൾ കൊടുത്തു, ചില ഡ്യൂട്ടികൾ കൊടുത്തു, ചില വാണിങ്ങുകളും കൊടുത്തു. ഇതെല്ലാം കൂടെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങോട്ടാക്കിയത്. 1, അടക്കി വാഴുക, അതവൻ്റെ പദവിയാണ്. 2, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അതൊരു വാണിങ്ങ്. പിന്നെ സകലത്തിന് നീ അധികാരിയായിരിക്കുക. ഉത്തരവാദിത്വങ്ങൾ, തോട്ടം നനയ്ക്കുക, തോട്ടത്തിൽ കാവൽ കാക്കുക, ഇതെല്ലാം കൂടെ കൊടുത്തുകൊണ്ട് ദൈവം ഒരാളിനെ ആക്കിയാൽ ഉത്തരവാദിത്വം കാണും, അധികാരം കാണും, അനുഗ്രഹം കാണും. ഇതെല്ലാം കൂടെ കൊടുത്താണ് അനുഗ്രഹിച്ച് ഇങ്ങോട്ടാക്കിയത്. ഇവർ പ്രപഞ്ചത്തിൻ്റെ പ്രഭുക്കളായി ഈ ആദമും ഹവ്വയും ഏദനിൽ വാണ ഒരു കാലമുണ്ടായിരുന്നു. തുടർന്നുള്ള ചരിത്രത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ചാവുകടൽ ലിഖിതങ്ങൾ എന്ന പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ചാവുകടൽ ലിഖിതങ്ങളുടെ ഒരു സ്വല്പ ഡീറ്റെയിൽ ഞാൻ എടുക്കാൻ പോവാം. അതിനെക്കുറിച്ച് എന്താണ് ശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്. ചാവുകടൽ ലിഖിതങ്ങൾ ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത് പലയിടത്തും അതിൻ്റെ ചില കോപ്പികളുണ്ട്. പക്ഷെ പ്രധാനമായും അത് സൂക്ഷിച്ചിരിക്കുന്നത് ലണ്ടനിലുള്ള SOA ലൈബ്രറിയിൽ, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ വക SOA ലൈബ്രറിയിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് 912 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്ര തർജ്ജമ ചെയ്യാൻ ഒത്തിട്ടുള്ളൂ. അത് പ്രസിദ്ധീകരിച്ചത് എന്നാ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് നമുക്കാർക്കും പിടിയില്ലാത്ത ഭാഷയാണ്. ഏൻഷ്യൻ ലാംഗ്വേജസ്, ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്തെ 912 എണ്ണം. ഈ 912 എണ്ണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് പ്രിൻ്റ് ചെയ്തപ്പോൾ 45,000 പേജുണ്ട്. ഇത് ചെറുതൊന്നുമല്ല. നമ്മുടെ ബൈബിളിന് 1000 പേജേ ഉള്ളൂ. ബൈബിളിന് അപ്രോക്സിമേറ്റ്ലി 1000 പേജേ ഉള്ളൂ. ഇതുപോലുള്ള 45,000 പുസ്തകങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ചാവുകടൽ ലിഖിതങ്ങൾ. ഇതിനകത്താണ് ഒരുപാട് ചരിത്രങ്ങൾ ആരംഭകാലത്തെക്കുറിച്ചുള്ളത്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോയാണ് നിങ്ങൾ താഴെ കാണുന്നത്. എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് എങ്ങനെ ഇരിക്കുന്നു അതാണ് ഏറ്റവും താഴെ കാണിച്ചിരിക്കുന്നത്. കുമ്രാൻ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളിലുണ്ടായിരുന്ന ഒരു കൂട്ടം ഗുഹകളിൽ നിന്നാണ് ഇത് കണ്ടുകിട്ടുന്നത്. ഒന്ന് കണ്ടു, ഇത് ക്ലേ കൊണ്ട് നമ്മുടെ കലമുണ്ടാക്കുന്ന ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഭരണിയാണ്. ആ ഭരണിയുടെ അകത്ത് ചുരുളുകളാക്കിയാണ് ഇത് വെച്ചിരിക്കുന്നത്.
കാറ്റ് കയറാത്തതുപോലെയുള്ള സജ്ജീകരണങ്ങളിലാണ് ഇത് വെച്ചിരുന്നത്. അത് ആ ഭരണി നേരെ നിർത്തിയിരിക്കുന്നതാണിത്. സീൽഡ് എർത്തൻ ജാർ, ഇതിനകത്താണ് അതിരുന്നത്. ഒരെണ്ണം തുറന്ന് കാണിക്കാം. ആ തുറന്നിരിക്കുന്ന അടപ്പ് കണ്ടു, അതിനകത്തൂടെ നോക്കിയാൽ ചുരുൾ കാണാം. ഇങ്ങനത്തെ ചുരുളുകൾ. ഇത് ഞാൻ എൻ്റെ ക്യാമറയിൽ നേരിട്ട് എടുത്ത പിക്ചറാണ്. രണ്ടാമതൊരാളിനെ സംശയിക്കേണ്ടതില്ല. എൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്തതാണ്. ഞാനിതെടുക്കുന്നത് വാഷിങ്ടൺ DC അവിടെ ഒരു ബൈബിൾ ലൈബ്രറി ഉണ്ട്. ആ ബൈബിൾ ലൈബ്രറിയിൽ ഒരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ യെരുശലേമിൽ നിന്ന് എടുത്തതാണ്. യെരുശലേമിൽ ഇതേ സ്ക്രോളുകൾ, അതിൻ്റെ കുറച്ച് കോപ്പികൾ, പ്രത്യേകിച്ചും ദാവീദിൻ്റെ എഴുത്തുകളാണ് അവരെടുത്ത് അത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് നല്ല തുണി കൊണ്ട് അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം ഇതുപോലുള്ള സ്ക്രോള് യെരുശലേമിൽ നിന്ന് എടുത്ത് എൻ്റെ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. അവരത് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. എങ്ങനെയിരിക്കും? യെശയ്യാവിൻ്റെ പുസ്തകം ഇതാണ്. ഈ പുസ്തകത്തിൻ്റെ വെയിറ്റ് 25 കിലോഗ്രാമാണ്. അങ്ങും ഇങ്ങൊക്കെ ആവശ്യമുള്ളിടത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. 25 കിലോഗ്രാം വെയിറ്റുള്ള പുസ്തകമാണത്. കാര്യം തോൽ ചുരുളുകളിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം ആദാം തെറ്റിമാറിയപ്പോൾ ഒടുക്കത്തെ ആദാമായി ക്രിസ്തു അവതരിച്ചു. ദൈവത്തിൻ്റെ തനി രൂപം, ദൈവത്തിൻ്റെ സകല പ്രഭയും ഒരുമിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുന്ന യേശുവിൻ്റെ അവതാരമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൽ സ്നാനമേറ്റു. എൻ്റെ ഇന്നത്തെ ലക്ഷ്യം പെന്തക്കോസ്റ്റ് എന്ന വിഷയത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രി ഞാൻ ഇതാ എടുത്തു വന്നത്. പക്ഷേ വേറെ ചില ഭാഗങ്ങളങ്ങ് വിശദീകരിച്ചു, ചിലയിടം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവായ യേശു ക്രിസ്തു വെള്ളത്തിൽ സ്നാനമേറ്റതോടെ ആത്മാവ് തൻ്റെ മേലിറങ്ങി. ഇന്നലെ രാത്രിയിൽ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നുള്ള വാക്യം എഴുതി. ആ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്മാവിനെയാണ്. അത് സൃഷ്ടിച്ചത് സ്വർഗത്തിലാണ്. ഒരാത്മജീവിയായിട്ടാണ് നമ്മെ സ്വർഗത്തിൽ സൃഷ്ടിച്ചത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി. ഈ 2 വാക്യങ്ങൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മണ്ണുകൊണ്ട് ഉണ്ടാക്കുകയായിരുന്നോ സൃഷ്ടിയായിരുന്നോ? ഒരു ചോദ്യം. രണ്ടും ശരിയാണ്. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവായ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. കാരണം ഭൂമിയെ അടക്കി ഭരിക്കേണ്ടതിനാണ് ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ വന്നാൽ അവന് താമസിക്കാനൊക്കത്തില്ല. ഇവിടുത്തെ അന്തരീക്ഷ സ്ഥിതി ദൈവം അങ്ങ് മാറ്റി. ദൂതന്മാർക്ക് പാർക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് പാർക്കുവാൻ കഴിയാത്ത ഒരന്തരീക്ഷ സ്ഥിതിയിലേക്ക് ദൈവം ഈ ഭൂമിയെ മാറ്റി. തുടർന്ന് ഈ അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ കോസ്മോസിൽ നിന്ന്, കറക്റ്റ് പദം അതാണ്, ഇവിടുത്തെ കോസ്മോസിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് അതുകൊണ്ട് ഒരു പുറംകൂടുണ്ടാക്കി. ആ പുറംകൂടിനകത്തേക്ക് സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ ഊതിക്കയറ്റി. ഇങ്ങനെ നമ്മുടെ അകമേ ഉള്ളവൻ ആത്മീയനും നമ്മുടെ പുറമേ ഉള്ളവൻ ഭൗതികനുമായി മാറി. ഈ രണ്ടും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. ഇത് രണ്ടും കൂടെ ചേർന്നാൽ ജീവൻ തന്നെ വരും. ഇനി നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജീവൻ പോയാൽ ശരീരം ഇവിടെ തന്നെ കിടക്കും, ആത്മാവ് സ്ഥലം വിടും. ആത്മാവ് മാറിയാൽ ശരീരം ഇവിടെ കിടക്കും, ജീവൻ അപ്രത്യക്ഷമാകും. ആത്മാവും ജീവനും ശരീരവും മൂന്നും കൂടി ഒരുമിച്ച് വസിക്കാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഈ മനുഷ്യനെ, ഈ ആദമിനെ ഊതിക്കയറ്റിയതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കിൽ മറിയയിലേക്ക് പരിശുദ്ധാത്മാവിനെ ഊതിക്കയറ്റിയതാണ്. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ എന്ന വാക്കുകൾ, ആ ശബ്ദം വചനമായി ഉള്ളിൽ കയറി. ആ വചനം തന്നെ അതൊരു ശബ്ദമാണ്, അതൊരു വാക്കാണ്, അതൊരു ഊത്താണ്. പരിശുദ്ധാത്മാവിനാൽ അമ്മയുടെ അകത്ത് കുഞ്ഞ് ജനിച്ചു. വചനം ജഡമായി തീർന്നതാണെന്ന് ഒരു വശത്ത് പറയുന്നു, പരിശുദ്ധാത്മാവിനാലാണ് എന്ന് വേറൊരു വശത്ത് പറയുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ദൂതൻ്റെ സംസാരം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമായി, വചനമായി, പരിശുദ്ധാത്മാവായി ഊതപ്പെട്ടു, മറിയയിൽ സൃഷ്ടിക്കപ്പെട്ടു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട യേശു വീണ്ടും ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. നിങ്ങളും അങ്ങനെ, ഞാനും അങ്ങനെ. ആത്മാവിനാൽ ജനിച്ചവരാണ് നമ്മൾ, വീണ്ടെടുക്കപ്പെട്ടവർ. നമ്മൾ പിന്നെയും ആത്മാവിൽ ബലപ്പെടും. അതിനുവേണ്ടിയാണ് കൂട്ടായ്മ യോഗങ്ങളും മീറ്റിങ്ങുകളും വേദന പഠനവും എല്ലാം വെച്ചിരിക്കുന്ന ബലപ്പെടാനാണ്. ഇങ്ങനെ ബലപ്പെട്ട യേശു വെള്ളത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വീണ്ടും ഇറങ്ങി. ആത്മാവിൻ്റെ അഭിഷേകം യേശുവിനുണ്ടായി. തുടർന്നും യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് നടന്നു. ആത്മാവ് യേശുവിനെ നടത്തിക്കൊണ്ടിരുന്നു. ആത്മാവ് അവനെ ഭരിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ഇതാണ്. യേശു ആത്മാവിനാൽ നിറയപ്പെട്ടു, ആത്മാവിനാൽ അഭിഷക്തനായി.
ഈ യേശുവിൻ്റെ കാൽവറി മരണസമയത്ത്, ഇങ്ങോട്ട് നക്ഷലിലോട്ട് ചുരുക്കുക, തൻ്റെ കാൽവറി മരണസമയത്ത് താൻ പരിപാലിച്ചു സൂക്ഷിച്ച പരിശുദ്ധാത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവൻ സ്വർഗത്തേക്ക് നോക്കി, പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറയുകയും ഈ ആത്മാവ് പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയത്തിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒടുക്കത്തെ ആദാമായ ക്രിസ്തു തൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു, കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു, പരിപോഷിച്ചു, വളർത്തി തൻ്റെ മരണസമയത്ത് ക്രൂശിൽ നിന്ന് പിതാവിങ്കിലേക്ക് ഊതിക്കൊടുത്തു. അതേസമയം നമുക്ക് വേണ്ടി തൻ പെസഹ കുഞ്ഞാടായി നമ്മുടെ പാപങ്ങളെ പരിഹരിച്ചു. ഞാൻ ഈ ഒറ്റ ആംഗിളേ പോകുന്നുള്ളൂ. ഇതിനകത്തൊരു 10 ആംഗിളുകളിൽ പോകാം. 10 വ്യത്യസ്ത മെസ്സേജുകൾക്ക് ഉപയോഗിക്കത്തക്കതുപോലെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പഴയ പെരുന്നാളിന് ഉപയോഗിച്ചിരുന്ന പെസഹ കുഞ്ഞാടിനെ കയ്യും കാലും കെട്ടി ഇടത്തുവശത്തിട്ടത് ജഡീക ശുദ്ധി മാത്രം വരുത്തുമ്പോൾ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശു എങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞുകൊണ്ട് കാൽവറിയിൽ മരിക്കുന്ന സമയത്ത് നമുക്ക് എന്നേക്കുമുള്ളൊരു രക്ഷ കർത്താവായ യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി കണ്ടു. അങ്ങനെ തൻ്റെ പിതാവിങ്കിലേക്ക് ഊതി ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രയേലിന് ക്ലെയിം ചെയ്യാനില്ലാത്ത പലതും നമുക്ക് ഇന്ന് അവകാശമായി എടുക്കാനുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് തന്നു, കാരണം തൻ്റെ ആത്മാവിനെ ഊതി ഏൽപ്പിച്ചു. ഇനി ഞാൻ ഇന്നലെയൊക്കെ എടുത്തു വന്ന പല ഭാഗങ്ങളും പലരും കേട്ടിട്ടുള്ളതല്ല, കണ്ടിട്ടുള്ളതല്ല, പുതിയ അറിവാണ്. ഇതുപോലെ അടുത്തൊരു പുതിയ അറിവിലേക്ക് മാറാൻ പോവാം. ഇതുപോലെ അടുത്ത ഒരു പുതിയ അറിവിൽ പഴയ നിയമകാലത്തെ മഹാപുരോഹിതൻ ഇൻസൈഡ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് പഴയ നിയമത്തിൽ വന്നാൽ ഒരു ആടിനെ യാഗപീഠത്തിൻ്റെ മേൽ ബലിയായി അർപ്പിക്കും. ആ ബലിയായി അർപ്പിക്കുന്ന ആടിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ടുപോയി വിശുദ്ധ മന്ദിരത്തിൽ ഈ കൃപാസനത്തിൻ്റെ മീതെ തളിക്കും. ഇത്രയും എല്ലാവർക്കും അറിയാം. ഞാൻ ഇച്ചിരി കൂടെ ഡീറ്റെയിലായിട്ട് ഇറങ്ങാൻ പോവാം. മഹാപാപ പരിഹാര ബലി നടക്കണമെങ്കിൽ മഹാപുരോഹിതന് എന്തു വേണം? 1, 3 മൃഗങ്ങളെ കൊണ്ടുവരണം. 3 മൃഗങ്ങളെ കൊണ്ടുവരണം. 2 ആട്ടുകൊറ്റനെയും ഒരു പശുക്കിടാവിനെയും കൊണ്ടുവരണം. 2 ആട്ടുകൊറ്റനെ ചർച്ചിൻ്റെ അക്കൗണ്ടിൽ, പള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് വാങ്ങിക്കണം. ഒരു പശുക്കിടാവിനെ സ്വന്തം പോക്കറ്റിലെ കാശ് കൊടുത്ത് വാങ്ങണം. മഹാപുരോഹിതൻ്റെ സ്വന്തം പോക്കറ്റിലെ കാശ് കൊടുത്ത് 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും സഭയുടെ കാശ് കൊടുത്ത് 1 വയസ്സ് പ്രായമുള്ള 2 ആട്ടുകൊറ്റിനെയും വിലയ്ക്ക് വാങ്ങണം. ഈ 3 മൃഗങ്ങളെ കൊണ്ടുവന്ന് മഹാപുരോഹിതൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ച പശുക്കിടാവിനെ സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കണം. കഴിഞ്ഞ 1 വർഷത്തെ പാപത്തിനകത്ത് ക്ഷമിക്കപ്പെടാത്ത എന്തെങ്കിലും ഓർമ്മയിൽ അരുതാത്തതുണ്ടെങ്കിൽ, തൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ പാപം ചെയ്തു പോയത് അറിയാതെ അദ്ദേഹത്തെ തൊട്ടുപോയെങ്കിൽ ഇതെല്ലാം മഹാപുരോഹിതൻ്റെ മേൽ കുറ്റമായി കിടക്കും. നമ്മളെപ്പോലൊന്നും അല്ല മഹാപുരോഹിതൻ. നിങ്ങൾ പുതിയ നിയമത്തിലെ പുരോഹിതന്മാരാന്ന് പറയുമ്പോൾ ഈ കാര്യം മറക്കരുത്. സാധാരണക്കാരനെ പോലെ അല്ല. സ്വന്തം മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ ഭാര്യയോ പുരോഹിതൻ അറിയാതെ പാപം ചെയ്യുകയും ഇതറിയാതെ പുരോഹിതൻ ആളിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയോ കുഞ്ഞുങ്ങൾ അന്നിൽ എടുത്തുകൊണ്ട് നടക്കുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്താൽ അത് പുരോഹിതൻ്റെ ജീവിതത്തിലെ പാപമാണ്. കാര്യം അതുകൊണ്ട് ദൈവത്തോട് അടുക്കാനൊക്കത്തില്ല. നമ്മൾ സാധാരണക്കാരല്ല, എൻ്റയർലി വ്യത്യസ്തരാണ്. ഇതുകൊണ്ടാണ് യോബ് തൻ്റെ മക്കൾ അറിയാതെ പാപം ചെയ്തോ എന്ന് ധരിച്ച് കൂടെ മക്കൾക്ക് വേണ്ടി യാഗമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ താൻ അറിയാതെ തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നുപോയെങ്കിൽ അതും കൂടെ ക്ഷമിക്കപ്പെടേണ്ടതിനു വേണ്ടി 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെ യാഗം കഴിക്കണം. ഈ 3 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കാൽവറിയിലെ യേശു എന്നറിയാമോ? യേശുവിനോട് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ, അതല്ലെങ്കിൽ സ്നാനം മുതൽ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ക്രൂശിതനാകുന്നത്. 3 വയസ്സ് പ്രായമുള്ള പശുക്കിടാവ് യേശു ക്രിസ്തു തന്നെയായിരുന്നു. ഇനി 2 ആട്ടുകൊറ്റനെ കൊണ്ടുവന്നു. ഇവയ്ക്ക് വേണ്ടി ചീട്ടിടണം. ഒന്നിന് അസസേൽ എന്ന പേരിലും, ഇന്നലെ ഞാൻ അസസേലിനെ തൊട്ടിരുന്നു. ദൂതന്മാരിൽ നിന്ന് ഒരു 200 ദൂതന്മാർ ഒരുമിച്ച് വീണുപോയ ദൂതന്മാരിൽ നിന്ന് ക്ഷമിക്കണേ. ഇന്നലെ രാത്രി വന്നിട്ടില്ലാത്ത എത്ര പേരുണ്ട്? ഞാൻ അവരുടെ കൈയൊന്ന് കണ്ടോട്ടെ. അങ്ങനെയാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കില്ല. പകുതി കൂടുതൽ ആളുകൾ ഇന്നലെ വരാഞ്ഞവരാ. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം ഞാൻ അല്പം കൂടെ തൊട്ട് വിശദീകരിക്കാം. പഴയ നിയമത്തിൽ ചാവുകടൽ ലിഖിതങ്ങളിൻ പ്രകാരം വീണുപോയ ദൂതന്മാർ ഇറങ്ങി വന്ന് മനുഷ്യനെ തെറ്റായ മാർഗങ്ങളിൽ നടത്തി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നും സ്വരൂപത്തിൽ നിന്നും അവരെ അകറ്റി മാറ്റേണ്ടതിനായി, ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചോട്ടെ, എന്നോട് ക്ഷമിക്കണേ, ആരും എന്നോട് വഴക്കുണ്ടാക്കരുത്. ആദ്യമേ പെൺകുട്ടികളുടെ ചുണ്ടിൽ കളറടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അതില്ല. 2,
അവരുടെ നഖങ്ങളിൽ 10 നഖങ്ങളിൽ കളറടിച്ചു. 3, അവരുടെ ശരീരത്ത് പച്ച കുത്തി. 4, അവരുടെ മുടിയും കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയും ഡൈ ചെയ്തു. ഇതോടെ ഇവർ ദൈവിക സ്വഭാവത്തിൽ. 5, അവരുടെ മേൽ ആഭരണങ്ങൾ ധരിപ്പിച്ചു. ദൈവമുണ്ടാക്കിയ ശരീരത്തിൽ ആഭരണമില്ല. ആ ക്രിസ്തുവിനെ ജന്മസ്ഥലത്ത് കാണിക്കുന്നതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ദൈവത്തിൻ്റെ സകല ഗ്ലോറി ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ആഭരണമില്ല. എന്നിട്ട് ആഭരണങ്ങൾ ഉറപ്പിക്കേണ്ടതിന് എന്ന രൂപത്തിൽ ചെവിയേൽ കിഴുത്തയിട്ടു, മൂക്കേൽ കിഴുത്തയിട്ടു. ഇതോടെ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്നേക്കും നഷ്ടപ്പെട്ടു. ദൈവമുണ്ടാക്കിയ ശരീരത്തിൽ ഇതൊന്നുമില്ല. കിഴുത്തയില്ലാത്ത ശരീരമാണ് ദൈവം സൃഷ്ടിച്ചത്. മുന്നോട്ട് വരട്ടെ. ഇതിന് ശേഷം രണ്ടാമതൊരു പറ്റം ദൂതന്മാർ ഇറങ്ങി വന്നു. ഇതിനിടയ്ക്ക് ഞാൻ ഇന്നലെയും പറയാത്ത ഒരു കാര്യമുണ്ട്, പറഞ്ഞാൽ വൃത്തികേട സമയവും പോവും, അതുകൊണ്ടാണ്. എന്നിട്ട് ഈ പെൺകുട്ടികളെ ബലാത്കാരേണ ദൂതന്മാർ ഭാര്യമാരാക്കി. അവരിൽ നിന്നും ജനിച്ച സന്തതികളാണ് രാക്ഷസന്മാർ. പുരാതന കാലത്തെ കീർത്തി കേട്ട മല്ലന്മാരെന്ന് മലയാളത്തിൽ എഴുതി വെച്ചു. രാക്ഷസന്മാർ എന്ന പദം അങ്ങനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. വിശുദ്ധന്മാരായ പുരുഷന്മാർ അശുദ്ധരായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച ചരിത്രമാണെന്ന് അത് നമ്മുടെ നാട്ടിലെ ഉപദേശിമാർ പ്രസംഗിച്ചു. പക്ഷേ ആ ഉപദേശിയോട് തിരിച്ചു ചോദിച്ചാൽ മതി, അങ്ങനെയാണ് രാക്ഷസ പിള്ളേരുണ്ടാകുമെന്ന്. ഉണ്ടായത് രാക്ഷസ പിള്ളേരാണ്. ഇതിനെ തുടർന്ന് ഈ രാക്ഷസവർഗവും സാധാരണ മനുഷ്യനും തമ്മിൽ ഭയങ്കര സംഘർഷമായി. ഈ സംഘർഷത്തിന് പരിഹാരം കാണുവാൻ അടുത്ത ഒരു 200 ദൂതന്മാർ സ്വർഗത്തിൽ നിന്നിറങ്ങി. ഇന്നലെ ഞാനത് അത്രയും വിശദീകരിച്ചില്ല. ഈ 200 ദൂതന്മാരുടെ നേതാവിൻ്റെ പേരാണ് അസസേൽ. അവർ ഭൂമിയിൽ വന്ന് ഒരു പുതിയ സംവിധാനം എഴുതിയുണ്ടാക്കി. ആ സംവിധാനത്തിൻ്റെ ഓരോ വാചകങ്ങളെ വിളിക്കുന്നതാണ് ഓർഡിറ്റ് 1, ഓർഡിറ്റ് 2, ഓർഡിറ്റ് 3. കൽപ്പനയെന്നാണ് ഓർഡിറ്റ് എന്ന വാക്കിൻ്റെ ഏതാണ്ടൊരു ഭാഷയിലത്തെ അർത്ഥം. ഏത് ഭാഷയാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഓർഡിറ്റ് 1, ഓർഡിറ്റ് 2, ഓർഡിറ്റ് 3 എന്നാണ് വിളിക്കുന്നത്. നമ്മൾ 1-ാം കൽപ്പന, 2-ാം കൽപ്പന, 3-ാം കൽപ്പന എന്ന് വിളിക്കുന്നത് പോലെ. നിങ്ങൾക്കറിയാമോ വളരെ രസകരമായ വേറൊരു കാര്യം? സാത്താനെ ആരാധിക്കുന്ന ആളുകൾക്ക് സാത്താൻ കൊടുത്ത 10 കൽപ്പനകളുണ്ട്. അതിനെ വിളിക്കുന്ന ഓർഡിറ്റ് എന്ന് തന്നെയാണ്. ഓർഡിറ്റിൻ്റെ ഉത്ഭവം ഇവിടുന്നാണ് വരുന്നത്, ചാവുകടലിഖിതങ്ങളിൽ നിന്നാണ് വരുന്നത്. 200 ദൂതന്മാർ ഇറങ്ങി വന്നവൻ്റെ പ്രമാണി ഉണ്ടാക്കിയ കൽപ്പനയാണ് ഓർഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്നും സാത്താൻ സഭയിൽ ഓർഡിറ്റ് എന്ന് തന്നെയാണ് വിളിക്കുന്ന കൽപ്പനകളെ, അവരുടെ ബൈബിളിൽ ഓർഡിറ്റുകൾ. ഓക്കെ, മുന്നോട്ട് പോകാം. ആ വന്ന 200 ദൂതന്മാരുടെ പ്രധാനിയുടെ പേരാണ് അസസേൽ. അവനാണ് ബ്രേസ്ലെറ്റ് കൊണ്ടുവന്നത്. ബ്രേസ്ലെറ്റ്, അതുവരെ മനുഷ്യൻ ബ്രേസ്ലെറ്റ് അണിഞ്ഞിരുന്നില്ല. ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ കിഴിച്ച് അവിടെയൊക്കെയും മുത്തുകൾ അണിയുക. പല ഭാഗങ്ങൾ കിഴിച്ച്, അത് ചെവി മൂക്കുമല്ല, വയറും മറ്റും, നാക്ക്, ചിറി, പല ഭാഗങ്ങൾ കിഴിച്ച് അവിടെ മുത്തുകൾ അണിയുക. അടുത്തത്, അവനാണ് പുരിയം പഠിക്കാൻ പഠിപ്പിച്ചത്. അവനാണ് പുരിയം എഴുതാൻ പഠിപ്പിച്ചത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ ചെയ്തു. ഇസ്രയേൽ ജനം വാങ്ങിച്ചുകൊണ്ടുവരുന്ന 2 ആട്ടിൻകുട്ടികളിൽ ഒരെണ്ണത്തിന് യഹോവയ്ക്കെന്നും വേറൊന്നിന് അസസേലിനെന്നും പേരിടണം. അസസേലിൻ്റെ പേര് എവിടുന്നാണ് വരുന്നത്? ഈ 200 ദൂതന്മാരുടെ പ്രമാണിയാണ്. ഇസ്രയേൽ മുഴുവനും കൂടെ അസസേൽ എന്ന് പീട്ട് വീണവൻ്റെ തലയിൽ കൈവെക്കണം. കൈവച്ച് വെച്ച് പറഞ്ഞാൽ, നീ കൊണ്ടുവന്നത് മുഴുവനും നിൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് വേണ്ട. അവരുടെ സകല പാപങ്ങളും ഇവൻ്റെ മേൽ ചുമത്തി. ഈ ഗൗരവത്തിൽ ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മൾ എന്നാ പറയുന്നതെന്നും ചെയ്യുന്നതെന്നും മനസ്സിലാകത്തുള്ളൂ. നീ കൊണ്ടുവന്നത് മുഴുവനും നിൻ്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇസ്രയേൽ മുഴുവനും ഇവൻ്റെ മേൽ കൈവച്ച് ഈ ആടിനെ പാളയത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് പൊക്കോളാൻ അനുവദിക്കണം. കൊല്ലത്തില്ല. പിശാചിനെ കൊല്ലത്തില്ലെന്നറിയാമോ? പിശാചിനെ കൊല്ലത്തില്ല. കാര്യവനെ കൊന്ന അവൻ ചാകുന്നതല്ല, അവൻ സ്ഥിരം ജീവിയാണ്. പാളയത്തിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് അവനെ തള്ളിയേച്ച് പിന്നെ മാത്രമേ പാളയത്തിനകത്ത് മഹാപാപ പരിഹാര ബലി നടക്കത്തുള്ളൂ. ഇങ്ങനെ ഇവൻ കൊണ്ടുവന്ന സകലതും തള്ളിയ ശേഷം പാളയത്തിനകത്ത് മഹാപാപ പരിഹാര ബലി 2ാമത്തെ ആട്ടുകൊറ്റനെ കൊണ്ട് നടത്തും. 1, പുരോഹിതൻ്റെ സ്വന്തം പാപത്തിൻ്റെ പരിഹാരത്തിനായി പശുക്കിടാവിനെ യാഗം കഴിച്ചു. 2, അസസേലിൽ നിന്ന് പേര് വീണ ചീട്ട് വീണ ആട്ടുകൊറ്റനെ പാളയത്തിൻ്റെ പുറത്ത് കളഞ്ഞു. 3, യഹോവയ്ക്കെന്ന് ചീട്ട് വീട്ടതിനെ പാളയത്തിനകത്ത് വെച്ച് അറുത്തു. അതിൻ്റെ രക്തം കൊണ്ടുവന്ന് കൃപാസനത്തിൻ്റെ മേൽ തളിക്കും. ഞാനൊരു പുതിയ അധ്യായത്തിലോട്ട് കയറാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാം. കൃപാസനം എന്നാൽ എങ്ങനെയാണ്? കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്നത്. അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന കൃപാസനവും കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് വെക്കുന്നത്. കൃപാസനം എന്ന് പറഞ്ഞാൽ എന്തുവാ?
നിയമപ്പെട്ടകം കിഴക്ക് പടിഞ്ഞാറായി വെക്കും. ഇത് കിഴക്ക് പടിഞ്ഞാറാണെന്ന് ഇരിക്കട്ടെ, ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇത് വെച്ചു. ഇവിടം കിഴക്കും ഇവിടം പടിഞ്ഞാറും ഒന്ന് ചുമ്മാ അങ്ങോട്ട് പറയുക, കിഴക്ക് പടിഞ്ഞാറായിട്ട് വെച്ചു. ഇതിൻ്റെ അടപ്പാണ് കൃപാസനം എന്ന് പറയുന്നത്. അപ്പോൾ കൃപാസനം ഇരിക്കുന്നതും കിഴക്ക് പടിഞ്ഞാറായിട്ടാണ്. മഹാപുരോഹിതൻ കയറി വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ട് വന്ന് ഇതിനോട് അടുക്കാൻ മഹാപുരോഹിതന് പേടിയാണ്. അദ്ദേഹം ആ വാതൊക്കെ നിന്ന പരിപാടിയൊക്കെ. ഈ പുതുതായി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടുവന്ന് ഈ കൃപാസനത്തിൻ്റെ മേൽ തളിക്കും. കൃപാസനത്തിൻ്റെ മേൽ തളിച്ചു കഴിഞ്ഞാൽ, ആ കൃപാസനത്തിൻ്റെ മേൽ വീണ് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവനും ക്ഷമിക്കപ്പെട്ടു. പക്ഷേ കൃപാസനത്തിൻ്റെ മേൽ തളിക്കുമ്പോൾ ശ്രദ്ധിച്ചേ തളിക്കത്തുള്ളൂ, പകുതിക്ക് പടിഞ്ഞാറ് വശത്തെ നീക്കത്തുള്ളൂ. ഇത് യഹൂദൻ്റെ ചരിത്രത്തിൽ നിന്ന് എടുക്കുന്നതാണ്, അവരുടെ തൽമൂദുകളിൽ നിന്ന് എടുക്കുന്നതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമേ ആ രക്തം വരത്തുള്ളൂ, കിഴക്കോട്ട് പോകത്തില്ല. കിഴക്കെ പകുതി ഒഴിഞ്ഞു കിടക്കുകയാണ്, എന്നും ഒഴിഞ്ഞു കിടക്കുക. പടിഞ്ഞാറേ പകുതിയിൽ രക്തം തെളിക്കും. എന്നാൽ കാലത്തിൻ്റെ പോക്കിൽ, ഇനി ഞാൻ ഇവിടത്തോട്ട് കയറാൻ പോവാം. കാലത്തിൻ്റെ പോക്കിൽ യെരമ്യാ പ്രവാചകൻ്റെ കാലമായതോടെ യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ആക്രമിക്കപ്പെടും. ബാബേൽ രാജാക്കന്മാർ ദേവാലയം കവർച്ച ചെയ്യും. ഇതിനകത്തെ പൊന്ന് മുഴുവൻ എടുത്തുകൊണ്ട് പോകും. ഇതിനകത്തെ പൊന്ന് മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ഇതിനകത്തെ വിശുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് ഈ നിയമപ്പെട്ടകവും കൃപാസനവും ബാബേൽ രാജാക്കന്മാരുടെ കയ്യിൽ പോകാതിരിക്കേണ്ടതിന് എടുത്ത് ഒളിപ്പിച്ചു വെക്കണം. ഇത് നമ്മുടെ ബൈബിളിൽ ഇല്ലാത്ത ഒരു പുസ്തകം, മഗ്ബായരുടെ പുസ്തകം എന്ന് പറയുന്ന ഒന്ന് കത്തോലിക്ക പുസ്തകത്തിൽ, വേദപുസ്തകത്തിലുണ്ട്. കത്തോലിക്ക വേദപുസ്തകത്തിലെ മഗ്ബായരുടെ പുസ്തകത്തിൻ്റെ 2-ാം ഭാഗത്ത് ഈ ഭാഗം അതുപോലെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ചരിത്രം കിടപ്പുണ്ട്. മഗ്ബായരുടെ പുസ്തകം പരിശുദ്ധാത്മാവിനാൽ നിയമിക്കപ്പെട്ട പുസ്തകം അല്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ അതിനകത്തും കുറേ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രമാണ് ഞാൻ ഈ എടുക്കുന്നത്. മഗ്ബായരുടെ പുസ്തകപ്രകാരം യെരമ്യാ പ്രവാചകൻ്റെ പ്രവചനത്തെ തുടർന്ന് ഒരു കൂട്ടം പുരോഹിതന്മാർ ഇത് എടുക്കുകയും ഈ നിയമപ്പെട്ടകവും കൃപാസനവും അതിനെ തുടർന്ന് ചില കാര്യങ്ങളും എടുക്കുകയും അദ്ദേഹം പറഞ്ഞ് ഒരു മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഒരു ഗുഹയ്ക്കകത്ത് ഇതിനെ ഒളിപ്പിക്കുകയും ചെയ്തു. ഞാനൊരു വിശദീകരണം പറഞ്ഞേച്ച് അങ്ങോട്ട് പോയെങ്കിൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അദ്ദേഹത്തിന് പറഞ്ഞ ഒരു മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഒരു ഗുഹയ്ക്കകത്ത് ഇത് ഒളിപ്പിക്കുകയും ചെയ്തു. ഇനി ആ ഗുഹയെ ഒന്ന് എടുക്കാൻ പോകാം. ഇത് ഈ ഇരിക്കുന്നത് തന്നെ ഒരു പാറക്കെട്ടാണെന്നിരിക്കട്ടെ, ഒരു പാറയാണ്. ഈ പാറയുടെ അടിയിൽ ഇവിടെ ഒരു ദ്വാരമുണ്ട്, അതാണ് ഗുഹ. സൈഡിലെല്ലാം പാറയാണ്. ഈ ഒരു വലിയ പാറയ്ക്കകത്തുള്ള ഒരു ഗുഹയാണ്. യെരമ്യാ പ്രവാചകൻ അവരോട്, പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ പെട്ടകവും മറ്റുമെടുത്ത്, ഇത് സാധാരണ ആർക്കും എടുക്കാനൊക്കെ എന്നാൽ എടുത്ത തീ വീണ് ചത്തു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗത്താൽ എടുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് എടുത്ത് ഇതിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. ഇതെല്ലാം മഗ്ബായരുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. എടുത്ത് ഒളിപ്പിച്ച് വെച്ച് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് അങ്ങ് സീൽ ചെയ്തു, കല്ലുകൊണ്ട് തന്നെ അങ്ങ് സീൽ ചെയ്തു. ഇങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം പുരോഹിതന്മാർ പോയി. അവിടെ എഴുതിയിരിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ്, എന്നിട്ട് അവരോട് പറഞ്ഞത്, ഭൂമിയിൽ ഒരുത്തനോട് പറഞ്ഞേക്കരുത് എവിടെ വെച്ചിരിക്കുന്നതെന്ന്, ദൈവം ആ സ്ഥലം ഒളിപ്പിക്കുകയാണ്. ഇത് വെളിപ്പെട്ട് വരുന്ന ഒരു കാലമുണ്ട്. ദൈവസഭയുടെ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത്, ദൈവസഭയെ ദൈവം തിരിച്ചു മാനിക്കുന്ന ഒരു കാലത്ത് ഈ സ്ഥലം ദൈവമായി വെളിപ്പെടുത്തും. അതുവരെ ഇതാരോടും പറയരുത്, ആരും അറിയരുത്. നിങ്ങളിതിൻ്റെ പുറകെ ഇനിയും വരല്ലേ. ഈ പുരോഹിതന്മാർ 2 പേരും ഒരല്പം ഓവർ സ്മാർട്ടായിരുന്നു. ഓവർ സ്മാർട്ടെന്ന് പറഞ്ഞാൽ അറിയാമോ? സ്മാർട്ടല്ല, അതിനെ കളിച്ചിര മേളിൽ ഒറ്റയ്ക്ക് ഇതൊന്ന് കണ്ടുപിടിച്ച് സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ 2 പേർ ഈ പെട്ടകം വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ രണ്ടാമത് വന്ന കൂട്ടത്തെ 2ൻ്റെയും കണ്ടുപൊട്ടിപ്പോയി. കുരുടരായി തിരിച്ചുപോയി. പ്രവാചകൻ അറിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളോട് അന്നേരത്തെ പറഞ്ഞതല്ലേ, ദൈവം ഇപ്പോൾ എന്തോ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, ഇനി അങ്ങനെ ഇരുന്നോളാൻ പറഞ്ഞു. ഈ സ്ഥലം അവിടെ കിടന്നു. കാലത്തിൻ്റെ പോക്കിൽ നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു വർഗീസ് ഉൾപ്പെടെ ഒരു 2-3 പേര് റോൺ വയത്ത് എന്ന് പറയുന്ന സഹോദരനോട് ചേർന്നു. റോൺ വയത്ത് എന്ന് പറയുന്നത് യെരുശലേംകാരൻ ഒരു അമേരിക്കനാണ്. റോൺ വയത്ത് ഞാനയാളെ കാണിക്കാം. റോൺ വയത്ത് ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഭൂഗർഭശാസ്ത്രജ്ഞനാണ്. ഭൂമിയുടെ അടിയിൽ എന്തൊക്കെയുണ്ട് എന്ന് കുഴിച്ചു നോക്കി കണ്ടുപിടിക്കുന്ന ആളാണ്. അയാൾ ഒരിക്കൽ കുഴിച്ച് ചെന്നപ്പോൾ ശലോമോൻ്റെ കൊട്ടാരം കിട്ടി. ശലോമോൻ്റെ കൊട്ടാരം കണ്ടു കിട്ടിയപ്പോൾ ബൈബിളിനകത്തെ ഒരു തെളിവാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരതിനെ അഭിമാനിച്ചു. എങ്കിലും റോൺ വയത്ത് നേരെ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ച് അതിനകത്ത് തിരുവനന്തപുരത്തെ വർഗീസ് ബ്രദർ ഉണ്ടെന്നാണ് പറയുന്നത്. വർഗീസിൻ്റെ നമ്പർ ഒരിക്കൽ എനിക്ക് കിട്ടി. വിളിച്ചപ്പോൾ എപ്പോഴും ഓഫാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ത്യ വിട്ടു പോയി എന്നുള്ളത് ഉറപ്പാണ്. ഇദ്ദേഹം ഏത് രാജ്യത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ,
40 ദിവസം ഉപവസിച്ചേച്ച് പറഞ്ഞ കർത്താവേ, എന്തെങ്കിലും കാര്യമായൊരു കണ്ടുപിടുത്തമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാ ശപിക്കപ്പെട്ട ശലോമോൻ്റെ കൊട്ടാരമാണ് കിട്ടിയത്. അവൻ കിടന്ന കട്ടിലും അവൻ്റെ അടുക്കള, ഇതുകൊണ്ട് ഞാൻ എടുക്കാൻ, ഇതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല. വേദപുസ്തകം സത്യമാണെന്ന് തെളിയിക്കാനുള്ള ഒരു കൊച്ചു തെളിവാണ്. എനിക്കിതിനേക്കാൾ വലിയത് എന്തെങ്കിലും കണ്ടുപിടിക്കണം, എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് ഇവരൊരു ഗ്രൂപ്പ് 40 ദിവസം ഉപവസിച്ചു. ഉപവാസത്തിന് ശേഷം യെരുശലേമിലേക്ക് പോയി ഒരു ആർക്കിയോളജി നടത്തുവാൻ, ഭൂഗർഭ പരിശോധന നടത്തുവാൻ റോൺ വയത്തിന് തോന്നുകയും അദ്ദേഹം പോയി തൻ്റെ റഡാറുകൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ചെന്ന ആദ്യമേ 18 അടി വ്യാസമുള്ള ഒരു വലിയ റൗണ്ട് ഷേപ്പിലുള്ള കല്ല് കണ്ടു. ശവങ്ങളുടെ മുൻപിൽ കുടീരങ്ങൾ അടയ്ക്കുവാൻ വെക്കുന്ന കല്ലറയുടെ അതിൻ്റെ അതേ സാദൃശ്യം. പക്ഷെ 18 അടി ഹൈറ്റ്. നിങ്ങൾ ഈ കെട്ടിടത്തിൻ്റെ ഉയരം 9 അടി ഇല്ല, 8.5 അടിയേ കാണത്തുള്ളൂ. അപ്പോൾ 18 അടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറത്തില്ല, ആ വലിപ്പമുള്ളതാണ്. 18 അടി വലിപ്പമുള്ള ഒരു കല്ല് കിടക്കുന്നത് കണ്ടു. ഇത് കിടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ശവത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതാണ്, ശവകുടീരത്തിൽ വെക്കുന്നതാണ്. യേശുവിനെ കുരിശിച്ചപ്പോൾ ഒരു വലിയ കല്ല് കൊണ്ടെന്നാണ് വെച്ചതെന്ന് ബൈബിളിൽ കണ്ടിട്ടുണ്ട്. ആ വലിയ കല്ലാണോ ഇത് അങ്ങ് തോന്നുക. ഈ 40 ദിവസം ഉപവാസത്തിൻ്റെ റിയാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിക്കൊണ്ട് അദ്ദേഹം ഒരു റഡാർ വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഭൂമിക്കടിയിൽ കുറേ വസ്തുക്കൾ ഇരിക്കുന്നതായി കണ്ടു. അത് ഈ ഗുഹയുടെ അടിയിലാണ്. ഈ ഒരു പാറ ഇതിൻ്റെ മേളിലുണ്ട്, ഒരു ഗുഹയുണ്ട്. അതുകൊണ്ട് ഈ ഗുഹയൊന്ന് തുറന്ന് പരിശോധിക്കുവാൻ ഇസ്രയേൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദം ചോദിച്ചു. അനുവാദം കിട്ടി. അദ്ദേഹം ഈ ഗുഹയുടെ മുഖം തുറന്നകത്ത് കയറുകയും കുറേ കാര്യങ്ങൾ അതിനകത്ത് കണ്ടു. കൂലിക്കാരാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. അവരിറങ്ങി ഓടി. കൂലി പോലും വാങ്ങിക്കാതെ അവർ ഓടിക്കളഞ്ഞു. പിന്നെ അവരുടെ മുഖം കാണിച്ചിട്ടില്ല. അവരെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് അതിനകത്ത് എന്തോ ഇരിക്കുന്നത് എന്ന് നോക്ക് എന്ന് പറയാൻ അവർ ഓടിക്കളഞ്ഞു. ഇതിനെ തുടർന്ന് റോൺ വയത്ത് അതിനകത്ത് എന്തോ ഇരിക്കുന്നത് കാണാനായിട്ട് കയറി ചെന്നു. റോൺ വയത്തിൻ്റെ മകനും കൂടെയുണ്ട്. അദ്ദേഹം ബോധം കെട്ടവിടെ വീണതിനെ തുടർന്ന് മകൻ അകത്തോട്ട് കയറി. അതിനകത്ത് വല്ല ദുഷിച്ച വായു ഉണ്ടെന്നാണ് അവൻ ഓർത്തത്. അദ്ദേഹത്തിൻ്റെ കാലെ പിടിച്ച് വലിച്ചു പുറത്തെടുക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ദിവസങ്ങൾക്ക് ശേഷം റോൺ വയത്ത് സൗഖ്യമാകുകയും ചെയ്തു. റോൺ വയത്ത് സൗഖ്യമായപ്പോൾ പറഞ്ഞു, പഴയ നിയമത്തിൻ്റെ നിയമപ്പെട്ടവും കൃപാസനവും താണ്ടിരിക്കുന്നു. അതായി തുറന്നെടുത്ത് വന്നത് സഭയെ ദൈവം പുനരുദ്ധരിക്കുന്ന കാലത്ത് ഇത് തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞ് ഇസ്രയേലിനെ പുനരുദ്ധരിച്ച കാര്യമാണ്. ഇസ്രയേൽ തിരിച്ചു വന്നല്ല ഇസ്രയേൽ നാട്ടിലേക്ക്. ആ കാലത്തായത് ദൈവം ഇത് കാണിച്ചു കൊടുക്കുകയാണ്, വെളിപ്പെടുത്തുക. നമ്മുടെയും വീണ്ടെടുപ്പ് അടുത്തു നിശ്ചയമായിട്ടും. ഇതിനകത്ത് കണ്ടു. റോൺ വയത്ത് പറയുന്നത് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അതിനകത്ത് കയറുവാൻ ചെന്നതോടെ അദ്ദേഹം ചില ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് കയറിയത്. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിനകത്തുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റാൻ പറഞ്ഞ് ജാതികളെല്ലാം കൂടെ ബഹളമുണ്ടാക്കി UNO നിർബന്ധം പിടിച്ച് ഇപ്പോൾ അദ്ദേഹം സൈറ്റിൽ നിന്ന് എടുത്തു മാറ്റി. അതർവൈസ് സൈറ്റിലുണ്ടായിരുന്നു. അവിടെ വച്ച് ഒരു ദൂതനെ കണ്ടു. ഈ ദൂതൻ റോൺ വയത്തിനോട് പറഞ്ഞത്, മോശയുടെ കാലത്ത് ഈ പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവം അരുളി ചെയ്തത് മുതൽ ഈ പെട്ടകത്തിൻ്റെ കാവൽക്കാരായി ഞങ്ങൾ 3 ദൂതന്മാരെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. ഇത് പണ്ട് ഫിലിസ്തീനയുടെ നാട്ടിൽ പോയപ്പോൾ ദാഗോനെ തള്ളിയിട്ട് ഉടച്ചത് ഞങ്ങളാണ്. ഈ പെട്ടകം പോയിടത്ത് മുഴുവനും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ്. വയത്ത് ഇതിനെ കുറിക്കുന്ന വിശദീകരണങ്ങൾ ജനത്തിന് കൊടുക്കുവാൻ നിന്നെ ദൈവം നിയമിച്ചതുകൊണ്ട് നിനക്കിത് ചെയ്യാം, നീ ഇതിനകത്ത് കയറി നോക്കാൻ പറഞ്ഞു. അദ്ദേഹം അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിൻ്റെ കൃപാസനത്തിൻ്റെ മുകളിൽ കിഴക്ക് ഭാഗത്തായി, പടിഞ്ഞാറ് ഭാഗത്താണ് പഴയ നിയമത്തിൻ്റെ മഹാപുരോഹിതൻ രക്തം തെളിച്ചുകൊണ്ടിരുന്നത്. കിഴക്ക് ഭാഗത്തായി ടാറുപോലെ കറുത്ത നിറത്തിൽ എന്തോ ഒരു വസ്തു കിടക്കുന്നത് കണ്ടു. ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് അവിടെ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം അത് അവിടെ മുഴുവൻ ശോധന ചെയ്തപ്പോൾ അതിൻ്റെ മേൽത്തട്ടിൽ നിന്ന് ഒരു പൊട്ടലുണ്ടാകുകയും ആ പൊട്ടലിലൂടെയാണ് ഇത് താഴെ വീണിരിക്കുന്നത് എന്ന് കാണുകയും ചെയ്തു. ഇതേന്നൊരല്പം ഇളക്കിയെടുക്കാൻ പറഞ്ഞു. പെട്ടകത്തെ തൊടാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നു. അതുകൊണ്ട് കൃപാസനത്തെ തൊടാതെ മുകളിൽ നിന്ന് അല്പം ഇളക്കിയെടുത്ത് ക്ലിനിക്കൽ ലബോറട്ടറിയിൽ ചെക്ക് ചെയ്യാൻ കൊടുത്തതിന് അവർ തന്ന റിസൾട്ട് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽ ചിലതാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാൻ പോകുന്നത്. ഈ യേശുവിൻ്റെ രക്തം അല്ലെ യേശുവിൻ്റെ ക്രൂശീകരണം, ഇതാണ് പഴയ നിയമത്തിൻ്റെ കൃപാസനം. എല്ലാവർക്കും കാണാമല്ലോ. ഞാനീ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? പഴയ നിയമത്തിൻ്റെ കൃപാസനം ഇതാ. അതിൻ്റെ നടുക്ക് ഒരു തേജസ് കാണിച്ചിട്ടുണ്ട്. 24 മണിക്കൂറും ദൈവിക ഷെക്കൈന അതിൻ്റെ നടുവിൽ ഉണ്ടായിരുന്നു എന്ന് കാണിക്കേണ്ടതിന് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം വരച്ചെടുത്ത പടമാണ്. ഇത് വരച്ചെടുത്ത പടമാണ്. ആരോ ആർട്ടിസ്റ്റ് വരച്ചതാണ്. ഇത് ഇങ്ങനെ ഒന്ന് അവിടെ കണ്ടു. ഇനിയും
ബ്രദറെ, ഇതിലൊരു ഓഡിയോ ഉണ്ട്, ഒന്ന് കൊടുക്കാമോ? ഓഡിയോ കൊടുക്കാൻ കഴിയുമെങ്കിൽ. റോൺ വയത്ത് നിന്ന് സംസാരിക്കുന്നത് കാണാം. ആ ഓഡിയോയുടെ അവസാനത്തിൽ റോൺ വയത്ത് കണ്ടു. ഒന്നുകൂടെ പ്ലേ ചെയ്തേ. ശബ്ദം കേൾക്കത്തില്ല, ശബ്ദമുണ്ട്. ഒടുവിൽ റോൺ വയത്തിനെ കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. കാണുന്ന ആളാണ് റോൺ വയത്ത്. റോൺ വയത്ത് ഒരു 4 വർഷം മുമ്പേ മരിച്ചുപോയി. ഇനി ഞാൻ ചരിത്രത്തിലോട്ട് കയറട്ടെ. റോൺ വയത്ത് പറയുന്നത് മക്ബായരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ എടുത്താൽ, മക്ബായരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 20 മുതലുള്ള വാക്യം എടുത്താൽ എന്നെനിക്ക് തോന്നുന്നു കത്തോലിക്ക വേദപുസ്തകത്തിൽ കിടപ്പുണ്ട്. യെരമ്യാവ് പറഞ്ഞ വാചകങ്ങളും യെരമ്യാവ് പറഞ്ഞതും കിടപ്പുണ്ട്. അവിടെ ഇറങ്ങിപ്പോയി അതാണ് എഴുതി കാണിച്ചത്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മക്ബായരുടെ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് എഴുതി കാണിച്ചത്. റോൺ വയത്താണ് ഇത് കണ്ടുപിടിച്ചയാൾ. ഇനിയും അടുത്ത ഭാഗത്തേക്ക് കയറാം. ഇതുണ്ട്, ഇതും വരച്ചു വെച്ച ഒരു പടമാണ്. ഇതിനകത്ത് ഇത് കാണാമോ? ഈ ഒരു ഭാഗം, ഈ ഒരു ആരോ നിൽക്കുന്നത്, ഇവിടെ ഒരു കല്ല് കാണാമോ? ഈ കല്ലാണ് ഈ ഗുഹയുടെ മുകളിലുണ്ടായിരുന്ന കല്ല്. ഇനിയും റോമ ഗവൺമെൻറ് നടത്തുന്ന ക്രൂശീകരണത്തിൻ്റെ ഭാഗത്തെക്കുറിച്ച് തൊടാം. റോമ ഗവൺമെൻറ് ഒരു ക്രൂശീകരണം നടത്തണമെങ്കിൽ ഒരിക്കലും ഒരാളിനെ തന്നെ കുരിശിക്കത്തില്ല. ഒരു ഗ്രൂപ്പിനെ ഒരുമിച്ചേ കുരിശിക്കത്തുള്ളൂ. അത് 2 പേരാകാം, 23 പേര് വരെ ആകാം. ഉള്ള ഒരു സംഘത്തെ മാത്രമേ ക്രൂശീകരിക്കത്തുള്ളൂ. ഇതുണ്ട്, ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഈ ഒരു കല്ല് കാണാം. ഈ കല്ലിൽ നിന്ന് ഒരല്പം കിളർത്തി ഒരു പ്ലാറ്റ്ഫോം കാണാം. ആ പ്ലാറ്റ്ഫോമിൽ തണ്ടി നടുക്കൊരു കിഴുത്തയിട്ടിരിക്കുന്നത് കാണാമോ? ആ കിഴുത്തയിലായിരിക്കണം യേശുവിനെ ക്രൂശിച്ചത്. ഗ്യാങ് ലീഡറെ എപ്പോഴും അങ്ങനെ മുകളിലുള്ള ആ കിഴുത്തയിലായിരിക്കും കുരിശിക്കുന്നത്. ഗാങ്സ്റ്റേഴ്സിനെ ക്രൂശിക്കാൻ വേണ്ടി തണ്ട് ഇവിടെ കുറേ കിഴുത്തകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ 2 എണ്ണത്തിലാണ് ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ കുരിശിച്ചത്. 18 അടി വ്യാസമുള്ളതായ ആ വലിയ കല്ലാണ് ഇവിടെ കെടുത്തിരിക്കുന്നത്. റോളിംഗ് സീൽ സ്റ്റോൺ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിവിടെ വെച്ചു. ഇതാണ് ഒരു സോളിഡ് ബെഡ് റോക്ക്. ഈ കാണുന്ന സോളിഡ് ബെഡ് റോക്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ളതായ ആ കല്ലിൽ ഒരു പ്ലാറ്റ്ഫോം വെട്ടി ഉയർത്തി. താഴെയോട്ടുള്ള ഭാഗങ്ങൾ താഴ്ത്തി അവിടെ 23 കിഴുത്തകൾ മാറ്റിയിട്ടു. 22 കിഴുത്തകൾ, 11 അപ്പുറത്തും 11 ഇപ്പുറത്തും. ഇതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേൽ ഒരു കിഴുത്ത ഉണ്ടാക്കി. യേശുവിനെ കുരിശിച്ചത് ആ കിഴുത്തയിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്നത് ക്രൂശെ തറച്ചു വെച്ചു എന്നാണ്. ക്രൂശെ തറയ്ക്കുന്നത് റോമൻ സിസ്റ്റം അല്ല. റോമൻ ഗവൺമെൻറ്റിൻ്റെ ക്രൂശീകരണത്തിൽ ഇതേ സ്ഥലത്ത് ഒരു മേളിൽ ഒരു പൈപ്പ് ഒരു പ്രൊജക്ഷൻ വെച്ചിരിക്കും. ഇതിലായിരിക്കും കുറ്റസംഗതി എഴുതി തൂക്കുന്നത്. ഇതിലാണ് കുറ്റസംഗതി എഴുതി തൂക്കുന്നത്. ഈ സെറ്റപ്പ് ഇതിനകത്ത് അദ്ദേഹം കണ്ടു. ഈ സെറ്റപ്പിനകത്ത് ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായ പ്രകാരം ഒരു ഭൂകമ്പമുണ്ടായി. പാറകൾ പിളർന്നു. ദ റോക്സ് റെൻഡ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ പാറകൾ പൊട്ടുന്നത് പൊട്ടിച്ചെതറുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കീറി ഒരു തുണി എടുത്ത് 2 കഷണമായി കീറുന്നത് പോലെ പാറകൾ പിളർന്നു. ദ റോക്സ് റെൻഡ് എന്ന പദമാണ് കൊടുത്തത്. ആ റെൻഡ് ചെയ്തത് എക്സാക്ട്ലി യേശുവിൻ്റെ ക്രൂശ് വെച്ചിരുന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടുകൂടെയാണ്. ക്രൂശിൻ്റെ തൊട്ടുകൂടെയാണ് ഇത് വെച്ചിരുന്നത്. അതുവഴി ഒരു വലിയ ദ്വാരം താഴോട്ട് വന്നു. ഈ താഴോട്ട് കാണുന്ന ക്രാക്ക് കൃത്യം ഈ കൃപാസനത്തിൻ്റെ മീതെ വന്ന് നിന്നു. യേശുവിൻ്റെ രക്തം, തൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകിയ രക്തം നേരെ ആ പാറയുടെ വിള്ളലിലൂടെ വരികയും കൃപാസനത്തിൻ്റെ മേൽ പതിഞ്ഞ് വീണ് കിടക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. പഴയ നിയമത്തിൻ്റെ പുരോഹിതന്മാർ 100 വർഷങ്ങളായി, 1000-ലധികം വർഷമായി ദേവാലയത്തിനകത്ത് കൊണ്ടുവന്ന് രക്തം തളിച്ചിരുന്നെങ്കിലും
വിശുദ്ധ രക്തം തളിക്കേണ്ടതിന് എബ്രായ ലേഖനം 13-ാം അധ്യായ പ്രകാരം വിശുദ്ധ രക്തം തളിക്കേണ്ടതിന് യേശു തന്നെ കാൽവറിയിൽ കയറുകയും റോമൻ ഭടൻ യേശുവിൻ്റെ ചങ്കിൽ കുത്തി രക്തം താഴോട്ടൊഴുകിയപ്പോൾ ഭാഗങ്ങളൊക്കെ ഭയങ്കര ക്രിട്ടിക്കലാണ്. രക്തവും വെള്ളവും ചേർന്നൊഴുകി. രക്തം തന്നെയാണ് ഒഴുകിയതെങ്കിൽ ഇത്രയും ദൂരം വരത്തില്ല. ഇതുണ്ട് 20 അടിയാണ്, ഇതിനേക്കാൾ കൂടുതൽ ഹൈറ്റാണിത്. 20 അടി ദൂരത്തിൽ രക്തം തന്നെ ഒഴുകത്തില്ല, അതിനോടകം കട്ടിപിടിച്ചു പോകും. വേണ്ടത്രയും വെള്ളവും കൂടെ ചേർത്ത്, രക്തവും വെള്ളവും കൂടെ ചേർന്ന മിശ്രിതം താഴോട്ടൊഴുകി വന്ന് കൃപാസനത്തിൻ്റെ മീതെ വീണു. നമ്മുടെ പാപത്തിൻ്റെ രക്ഷ യേശു കാൽവറിയിൽ വരുത്തി. ഇതൊക്കെ അക്ഷരികം, ഇതൊന്നും നമുക്കാർക്കും അറിയാൻ വയ്യാത്ത ആത്മീക രഹസ്യങ്ങളായി, പക്ഷെ നമ്മളിത് വിശ്വാസത്താൽ മാത്രം കാണുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ കൺമുൻപിൽ കൊണ്ടുവരുവാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വെറുമൊരു ചിത്രമാണ്. ഇത് ആർട്ടിസ്റ്റ് വരച്ച ഒരു ചിത്രമാണ്. അദ്ദേഹം കണ്ടതിൻ്റെ തനിരൂപം ഫോട്ടോ എടുത്തു, അത് ഒരു ചിത്രമായി വന്നു. വേറൊരു സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇതിനെക്കുറിച്ച് പല സൈറ്റുകളുണ്ടായിരുന്നു. വേറൊരു സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അതിലും ക്രൂശിൽ നിന്ന് രക്തം ഒഴുകുകയും ആ രക്തം വന്ന് കൃപാസനത്തിൽ പതിക്കുകയും ചെയ്യുന്നതായി വേറൊരു പടമാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം മറ്റൊരു പടം കൊണ്ട് ഈ സൈറ്റുകാരും വ്യക്തമാക്കി. ദ ഡിഫറെൻറ്റ് സൈറ്റ്സ്, വ്യത്യസ്ത സൈറ്റുകളിൽ നമ്മൾ കാണുന്നതാണ്. എനിക്കൊന്ന് ആശയം കിട്ടിയല്ലോ. ഞാൻ മുന്നോട്ട് വരട്ടെ. ഇതോടുകൂടെ മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് താഴോളം 2 ചിന്തി. ദൈവത്തെങ്കിലേക്ക് പ്രവേശനമില്ലാതിരുന്ന മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതിന് മന്ദിരത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കയറി. ബാക്കി ഭാഗങ്ങളിലോട്ട് ഞാൻ പോകുന്നില്ല, പെന്തക്കോസ്തിലേക്ക് മാത്രം വരാൻ താല്പര്യപ്പെടുന്നു. അതിനെ തുടർന്ന് റോൺ വയത്തിനോട് ദൂതൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം കുറച്ച് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇത് ഗുഹയുടെ അകമായി കാണിച്ചിരിക്കുന്നത്. കുറേ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഗുഹയുടെ അകത്ത് കൊണ്ടുവന്ന് ഈ ടാറ് പോലിരിക്കുന്ന സാധനം എന്താണെന്ന് പരീക്ഷിച്ചു. നോക്കിയപ്പോൾ രക്തമാണ്, മനുഷ്യരക്തമാണെന്ന് കണ്ടു. ഇതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുവാൻ ഈ കൊണ്ടുവന്ന ഉപകരണങ്ങളെ കൊണ്ടൊക്കത്തില്ല. ദൂതൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നീ വെളിയിൽ പോയി ഏറ്റവും നല്ലൊരു ലബോറട്ടറിയിൽ ഇത് കൊടുത്ത് ഈ രക്തം ഇനിയും എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ടെന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ രക്തവും എടുത്തുകൊണ്ട് മറ്റൊരു ലബോറട്ടറിയിൽ പോയി. ആ ലബോറട്ടറിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് പണ്ടുകാലത്തുള്ള രക്തമാണ്, ചത്തുപോയി, ചത്ത രക്തമാണ്, ഇതിനകത്തൊന്നും ഒന്നും കിട്ടത്തില്ല. ഈ കിട്ടിയത് തന്നെ വലിയ കാര്യം, 2000 വർഷം പഴക്കമുള്ളതാണ്. ഈ കിട്ടിയത് തന്നെ വലിയ കാര്യം, ഇതിനേക്കാൾ കൂടുതൽ ഒന്നും കിട്ടാനില്ല. പക്ഷെ റോൺ വയത്ത് അതുകൊണ്ട് തൃപ്തനായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ ചിലതോടെ ചെയ്യും, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ഒക്കുമെങ്കിൽ എനിക്കത് കണ്ടുപിടിച്ചതാ, നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തന്നോളാം. അന്നേരത്ത് ഒരു ടെക്നീഷ്യൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ പുതുതായിട്ടൊരു ടെക്നോളജി ഉണ്ട്, ഏതാണ്ട് ഒരു സൊല്യൂഷനകത്ത് പഴയ രക്തം ഇട്ടാൽ ചില കാര്യങ്ങളൂടെ കണ്ടുകിട്ടും. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആ സൊല്യൂഷനകത്ത് ഇടാം, ചിലവ് വരും, അതെല്ലാം റോൺ വയത്ത് തയ്യാറാണ്. അങ്ങനെ ആ സൊല്യൂഷനകത്തിട്ടു. അപ്പോൾ റോൺ വയത്ത് പറഞ്ഞു, നിങ്ങളിത് ശോധന ചെയ്യുന്ന സമയത്ത് ഞാനും കൂടെ വരണം. സൊല്യൂഷനകത്ത് 24 മണിക്കൂർ രക്തം കിടക്കണം, ഉണങ്ങിയ രക്തം കിടക്കണം. അതിനുശേഷം മാത്രമേ പരീക്ഷിക്കാനൊക്കത്തുള്ളൂ. 24 മണിക്കൂർ കഴിയുമ്പോൾ നാളെ ഞാനും വരാം. അങ്ങനെ റോൺ വയത്ത് ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഡിയോ കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. റോൺ വയത്ത് പറയുന്നത്, എല്ലാവരും സ്തബ്ധിച്ച് നിൽക്കുക, ആ ലബോറട്ടറിയിൽ സകലരും സ്തബ്ധിച്ച് നിൽക്കുക, ഒരു മനുഷ്യനും സംസാരിക്കുന്നില്ല. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ലബോറട്ടറിയുടെ ഓണർ റോണിനെ വിളിച്ചേച്ച് പറഞ്ഞു, റോൺ അകത്തു വാ. റോണെ, ആ രക്തം ചത്തില്ലടാ, അത് ജീവിക്കുന്നു. ആ രക്തം ചത്തിട്ടില്ല, 2000 വർഷമായി ആ രക്തം ജീവിക്കുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഹാബേൽ മരിച്ചതോടെ രക്തം ചത്തുവെന്ന് കായൻ വിചാരിച്ചു, ചത്തിരുന്നില്ല. യേശുവിൻ്റെ രക്തം ചത്തിട്ടില്ല, ചാകാത്ത രക്തം. തുടർന്ന് അതിൻ്റെ ടെസ്റ്റിലേക്ക് അവരിറങ്ങി. ഇതുണ്ട്, ഈ കാണുന്നതാണ്. എനിക്കിത് കണ്ടാൽ അറിയത്തില്ല, മെഡിക്കൽ ഫീൽഡിലുള്ളവർ കണ്ടു. ഞാൻ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് പേരെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കാഴ്ച, ഒരു മനുഷ്യൻ്റെ രക്തത്തിൽ, മനുഷ്യരക്തത്തിൽ 23 ക്രോമസോം പെയറുകളുണ്ടായിരിക്കണം. പുരുഷനിൽ നിന്ന് വന്ന 23 ക്രോമസോമും സ്ത്രീയിൽ നിന്ന് വന്ന 23 ക്രോമസോമും തമ്മിൽ ചേരുന്നതാണ് ഒരു മനുഷ്യരക്തം. എന്നാൽ ഈ രക്തത്തിൽ 22 ക്രോമസോം സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്ന് 1 ക്രോമസോമുമേ ഉള്ളൂ. ഇത് സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്ന് വന്നതല്ല. ഈ 1 ക്രോമസോം എന്തുകൊണ്ട് പിതാവ് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ റോൺ പറയുന്നത്,
അല്ലെങ്കിൽ ജീവൻ ഉത്ഭവിക്കാൻ ഒക്കത്തില്ല. ജീവൻ ഉത്ഭവിക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവ് കൊടുത്തതാണ് ഒരു സിംഗിൾ ക്രോമസോം. പ്രപഞ്ചത്തിൽ മനുഷ്യനില്ലാത്ത ഒരു പുതിയ രക്തത്തിൻ്റെ ഘടന, 23 ക്രോമസോം സ്ത്രീയുടേതും 1 ക്രോമസോം പുരുഷൻ്റേതുമായ ഒരു രക്തം. അവരിറങ്ങിച്ചെന്ന ആ ഗുഹയ്ക്കകത്ത് കണ്ടുകിട്ടിയ സാധനങ്ങളുടെ ലിസ്റ്റായത്. ദേവാലയത്തിൽ നിന്ന് എടുത്ത് പുരോഹിതന്മാരവിടെ കൊണ്ട് മറച്ചു വെച്ച സാധനങ്ങളുടെ ലിസ്റ്റാണ്. ഇതിനകത്ത് അപാര വലിപ്പമുള്ള, അടുത്ത് വായിക്കാമെങ്കിൽ അടുത്ത് വായിക്കാം, 5 അടി 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു വാളുണ്ട്. ഈ വാളെങ്ങനെയാണ് ഇവിടെ വന്നത്? 99% ഇത് ഗോലിയാത്തിൻ്റെ വാളാണ്. ദാവീദ് ഗോലിയാത്തിൻ്റെ തല വെട്ടിവെച്ച് കൊണ്ടുവന്ന് ദേവാലയത്തിൽ വെച്ചതാണ്. ഇതെല്ലാം അവിടുത്തെ സ്റ്റോക്കിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് നിലവിളക്കുണ്ട്, ഇതിനകത്ത് എഫോദുണ്ട്, ഇതിനകത്ത് ദേവാലയത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെടേണ്ട പല കാര്യങ്ങൾ ഒന്നിച്ച് പെറുക്കി പുരോഹിതന്മാർ കൊണ്ടുവച്ച ഏതാണ്ട് 13 കൂട്ടം കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ അതിനകത്ത് നിന്ന് കിട്ടി എന്ന് പറയുന്നു. തൻ്റെ കല്ലറ അടച്ചു പൂട്ടി. തൻ്റെ കല്ലറ വെളിയിൽ പൂട്ടിക്കിടക്കുമ്പോൾ ഭൂമിയുടെ അടിയിൽ ഈ രക്തം പോയി കൃപാസനത്തിൻ്റെ മീതെ വീഴുകയും മാനവവർഗത്തിൻ്റെ പാപക്ഷമ സ്വർഗം കൽപ്പിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ഞാനും നിങ്ങളും സ്വതന്ത്രമായത്. ആദം ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ന്യായപ്രമാണപ്രകാരം സകലതും തികയ്ക്കേണ്ടതിന് കർത്താവ് ചെയ്തത്. മോശയും ഏലിയാവും കൂടെ വന്ന യേശുവിനോട് സംസാരിച്ച് മരണത്തിന് മുന്നമേ യേശുവിനോട് പറഞ്ഞു കാണും, യേശുവേ അങ്ങയുടെ ചങ്കത്ത് കുത്തും കേട്ടോ. എന്തിനാണെന്നറിയാമോ? താഴത്തെ ഇരിക്കുന്ന കൃപാസനം താഴെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേളിൽ പോയി പതിക്കാൻ വേണ്ടിയാ മാനവവർഗത്തിൻ്റെ വിടുതൽ. മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചു. ഓക്കെ, ആ കല്ലറ തുറന്നു. യേശു ഉയർത്തെഴുന്നേറ്റവനായി പുറത്തു വന്നു. ഉയർത്തെഴുന്നേറ്റവനായി പുറത്തു വന്ന യേശു യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യപ്രകാരം ഇന്നലെ ഞാൻ പറഞ്ഞു, ശിഷ്യന്മാരിൽ 10 പേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ യേശു അവിടെ ചെന്നു എന്ന് ഉയർത്തെഴുന്നേറ്റ അന്ന്. ഞായറാഴ്ച രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു. ഞായറാഴ്ച വൈകിട്ടായപ്പോൾ യേശു ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇടത്ത് ചെന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യത്തിൽ യേശു അവരുടെ മേൽ ഊതി, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക, നിങ്ങൾക്ക് ഇവരുടെ പുതുജീവൻ തരാൻ പോവുക. ആദാമിൻ്റെ മേൽ പിതാവായ ദൈവം ഊതിയതുപോലെ ഞാൻ നിങ്ങളുടെ മേലൊന്ന് ഊതാൻ പോകാണ്, ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് തരുവാൻ. അവരുടെ മേൽ ഊതി എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവർക്ക് ക്ഷമിച്ചിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തും. ശിഷ്യന്മാരെവിടെയെങ്കിലും പാപം ക്ഷമിച്ചതായിട്ട് അറിവുണ്ടോ? ഉണ്ട്. പെന്തക്കോസ് നാളിൽ ആത്മാവ് ഇറങ്ങി വന്ന അന്ന് പത്രോസ് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ഒരു പാപക്ഷമ നടത്തി. എന്തോ വരുന്നു? മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവീൻ, എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടും. അല്ലാത്തവൻ്റേത് നിർത്തിയിരിക്കുക, അത് പോവില്ല. ഈ ദൈവപ്രമാണത്തിൽ വരുന്നവൻ്റേത് ക്ഷമിച്ചിരിക്കുക, അത് ക്ഷമിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവർക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെയെങ്കിലും പാപങ്ങൾ നിർത്തിയാൽ നിർത്തിയിരിക്കും. ഇത് യേശു പറഞ്ഞതാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവ് വീണ്ടും അവരുടെ മേൽ ഇറങ്ങി വന്നു. ഞാൻ വേദഭാഗങ്ങൾ ഓരോന്നും എടുക്കുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങളിൽ പിതാവായ ദൈവം താഴേക്ക് നോക്കി ഈ താഴെ കാത്തിരുന്ന ജനത്തിൻ്റെ മേൽ ഒരു ഊത്തൂതി. പുത്രനായ ദൈവം തൻ്റെ മാളിക മുറിയിൽ വെച്ച് ഊതി. പിതാവായ ദൈവം അതേ മാളിക മുറിയിൽ തന്നെ, പെസഹായിക്ക് ഇരുന്ന സ്ഥലവും പെന്തക്കോസ്തിൻ്റെ ആത്മാവ് ഇറങ്ങിയത് ഒരു സ്ഥലമാണെന്നറിയാവോ? ഓക്കെ, യേശുവിന് പെസഹ ആചരിക്കാൻ വേണ്ടി 13 പേർക്ക് ഇരിക്കാവുന്ന ഒരു മുറിയുടെ ആവശ്യമുള്ളൂ. പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ വരും. അവനോട് ചോദിക്കണം, ഗുരു പെസഹ ആചരിക്കാൻ സ്ഥലം കാണിച്ചു തരാൻ. അവൻ വിരിച്ചൊരുക്കിയ വിശാലമായൊരു മാളിക കാണിച്ചു തരും. അതെന്തിനാ വിശാലമായ മാളിക? 12-13 പേരിരുന്നാൽ പോരെ. അതിന് വിശാലമായതിൻ്റെ ആവശ്യമില്ല. യേശുവിനും അറിയാം, ദൈവത്തിനും അറിയാം, ഇവിടാണ് 120 പേര് പിന്നിരിക്കേണ്ടത്. ഞാൻ പോയി അത് കണ്ടിട്ടുണ്ട്. അന്ന് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്ത ആ മാളിക ഇന്നും ക്രിസ്ത്യാനിയുടെ വകയാണ്. നമ്മൾ മാനസാന്തരപ്പെട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞേച്ച് പെന്തിക്കോസിൽ പോയത് മണ്ടത്തരമായി, ഞാൻ തിരിച്ചു പോകാമെന്ന് പറയുന്ന പോലെ തിരിച്ചെടുക്കാനുള്ള പരിപാടി അല്ല ക്രിസ്ത്യാനിത്വം. ക്രിസ്ത്യാനിത്വം ഒരിക്കൽ ദൈവത്തിന് കൊടുത്താൽ കൊടുത്തതാ, പിന്നെ അതിനകത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും പറയാനില്ല. ആ മാളിക ഇന്നും ക്രിസ്ത്യാനിയുടെ വകയാണ്, ഇന്നും ക്രിസ്ത്യാനിയുടെ വക. ഇന്നൊരു വലിയ ലൈറ്റ് അതേന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് ആദ്യം ഇറങ്ങിയതെന്ന് കാണിക്കാൻ വേണ്ടി ബെൻ ഹിന്നോൻ താഴ്വരയിലേക്ക് അടിക്കുന്ന ഒരു വലിയ ലൈറ്റ്, ഒരു ഫ്ലഡ് ലാമ്പ് അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഇന്നും അത് ക്രിസ്ത്യാനിയുടെ വകയാണ്. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്നത്. ഈ മാളികയിലാണ് യേശു ചെല്ലുന്നതും അവരുടെ മേൽ ഊതുന്നതും. പെസഹ നടന്നത് അവിടെ വെച്ചാണ്.
യേശു അവരുടെ മേൽ ഊതുന്നത് അവിടെ വെച്ചാണ്. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങുന്നത് അവിടെ വെച്ചാണ്. ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് വിശാലമായിരിക്കണം. വിരിച്ചൊരുക്കിയ വിശാലമായൊരു മാതൃക. ഞങ്ങൾ ചുരുക്കമായിട്ടിരുന്ന് ആരാധിച്ചോളാമെന്ന് പറഞ്ഞ് ദയവായി ലീഡേഴ്സ് പറയരുത്. നിങ്ങൾക്ക് വേണ്ടത് വിശാലമായ മാളികയാണ്. കാര്യം ജനകോടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന രാജ്യമാണ്. വിശാലമായ മാളിക. ഓക്കെ, യേശു പിതാവായ ദൈവം അവരുടെ മേൽ ഊതി. എഫെസ് ലേഖനം 4-ാം അധ്യായ പ്രകാരം ആ ഊത്തോടുകൂടെ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി. ഇങ്ങനെ 5 വിധ ശുശ്രൂഷകൾ അവരുടെ മേൽ കൽപ്പിച്ചാക്കി. ഒരൊറ്റ ഊത്തിൽ പിതാവായ ദൈവം ചെയ്തതാണ്. വേർതിരിക്കേണ്ട ജനത്തെ വേർതിരിച്ചു. വ്യത്യസ്ത അഭിഷേകങ്ങളെ കർത്താവ് പകർന്നു കൊടുത്തു. ഇനിയും പെന്തക്കോസ്തിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോവാം. ഇനിയും പെന്തക്കോസ്തിൻ്റെ അകത്തോട്ട് കയറാൻ പോവാം. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ അതിൻ്റെ മേളിൽ ഒത്തിരി എഴുത്തുണ്ട്. ഞാനിതൊന്നും വായിക്കത്തില്ല. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 2 മണിക്കും തീരത്തില്ല. എനിക്ക് ഇനിയും ചില മിനിറ്റുകൾക്കകം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ മേളത്തെ എഴുത്തുകളൊന്നും വായിക്കുന്നില്ല. ചുരുക്കം അങ്ങ് പറഞ്ഞു വിടാം. അവർ കൂടിയിരുന്ന സ്ഥലത്ത് ഒരഗ്നിഗോളം അവർക്ക് പ്രത്യക്ഷമായി. നമ്മൾ മലയാള വേദപുസ്തകത്തിൽ വായിക്കുന്നത് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു ഭൂകമ്പമുണ്ടായി, ഒരു മുഴക്കമുണ്ടായി. അവർ കൂടിയിരുന്ന് വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. യഥാർത്ഥത്തിൽ ആ ചരിത്രത്തെക്കുറിച്ച് അന്നുള്ള ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് അവരുടെ മുകളിൽ ഒരു അഗ്നിഗോളം വന്നു നിന്നു. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് 3 ദിവസം യേശു എവിടെയായിരുന്നു എന്നത് ഇന്ന് പകൽ ഞാൻ പറയാമെന്ന്. നിക്കോദിമോസിൻ്റെ സുവിശേഷം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ചാവുകടൽ ലിഖിതത്തിലെ ഒരു പുസ്തകമാണ്. ഞാൻ പറഞ്ഞു 916 പുസ്തകങ്ങളുണ്ട്, അതിന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിനകത്തെ ഒരു പുസ്തകമാണ് നിക്കോദിമോസിൻ്റെ സുവിശേഷം. നിക്കോദിമോസിൻ്റെ സുവിശേഷം എന്ന് എഴുതിച്ച് ബ്രാക്കറ്റിൽ യേശുവിനെ ക്രൂശീകരണത്തിന് വിട്ടുകൊടുത്ത ഗവർണർ പീലാത്തോസിൻ്റെ ചരിത്രം എന്ന ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. നിക്കോദിമോസിൻ്റെ സുവിശേഷം ബ്രാക്കറ്റിൽ പീലാത്തോസിൻ്റെ ചരിത്രം ഇട്ടിട്ടുണ്ട്. അതിനകത്തെ രത്നച്ചുരുക്കം കൂടെ തൊടാൻ പോവാം. ഈ ആദം മരിച്ചു. അതിനു മുമ്പേ ഹാബേൽ പോയി. ഹാബേൽ ചെന്ന് അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിക്കുക. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് പഴയ നിയമകാലത്ത് മരിച്ചുപോയ ഭക്തന്മാരായ ആളുകളെ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിക്കുക. അബ്രഹാം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അബ്രഹാമിൻ്റെ മടിയിൽ വിശ്രമിക്കുക. ആ ഹാബേലിന് നന്നായി അറിയാം യേശു വരുമ്പോൾ എനിക്കൊരു വിമോചനമുണ്ട്, ഒരു വിടുതലുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. ഒത്തിരി നാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ആദാം മരിച്ചിറങ്ങി ചെല്ലുന്നത്. ആദാം മരിച്ചിറങ്ങിച്ചെന്ന് ഉടനെ പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, നീ ഇവിടെ ഉണ്ടല്ലോ, ഞാനും ഇവിടെ ഉണ്ട്. യേശു വരുമടാ, സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് യേശു വരും, അന്ന് നമുക്ക് വിടുതലുണ്ട്. അതെ എന്ന് 2 പേരും പറഞ്ഞു. ഇങ്ങനെ നൂറ്റാണ്ടുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു യേശുവും വന്നില്ല, ഒന്നുമില്ല. അവരാകപ്പാടെ അങ്ങ് നിരാശരായി. ഈ സാഹചര്യത്തിലാണ് അബ്രഹാം ഇറങ്ങിച്ചെല്ലുന്നത്. അബ്രഹാം ജനിച്ചു, മരിച്ചു, അബ്രഹാം ഇറങ്ങിച്ചെന്നു. അബ്രഹാമിൻ്റെ മടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അബ്രഹാം ഇറങ്ങിച്ചെന്ന് വെച്ച് പറഞ്ഞു, എന്നെ നേരിട്ട് ദൈവം കണ്ടു, ഞാൻ നേരിട്ട് ദൈവത്തെ കണ്ടു. എൻ്റെ സന്തതിയിലൂടെ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായി വരും. എല്ലാവർക്കും പിന്നെയും വിശ്വാസം ഉറച്ചു. എല്ലാവരും കാത്തിരിക്കുക. ഭക്തന്മാർ 1, 2, 3, 4, 5, 6, 10, 100 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വരുന്നവനെല്ലാം വരുമെന്ന് പറയുന്നുണ്ട്. അതിൽ കവിഞ്ഞൊന്നും ആകുന്നില്ല. വീണ്ടും എല്ലാവരുടെയും വിശ്വാസം അങ്ങ് തണുത്തു. അന്നാണ് യെശയ്യാ പ്രവാചകൻ ഇറങ്ങിച്ചെല്ലുന്നത്. യെശയ്യാ പറഞ്ഞു, എടാ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് ഞാനാടാ പ്രവചിച്ചത്. അത് കൃത്യമായി നടന്നിരിക്കും, വന്നിരിക്കും. ഞാൻ പ്രവചിച്ചാ വരുന്നത്. എൻ്റെ ആയുസ്സിൽ കാണുമെന്ന് കരുതി കണ്ടില്ല, പക്ഷെങ്കിൽ വന്നിരിക്കും നിശ്ചയം. എല്ലാവരുടെയും വിശ്വാസം ഒന്നുകൂടെ ഉറച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും എല്ലാവരുടെയും വിശ്വാസം ഒന്ന് തണുത്തു വരുന്ന പരുവത്തിനാണ് ശിമയോൻ എന്ന് പറയുന്ന പുള്ളി ചെല്ലുന്നത്. ശിമയോൻ പോകുന്നതിന് മുമ്പേ ശിമയോൻ്റെ 2 മക്കൾ പോകുന്നുണ്ട്. ശിമയോൻ ഏതാ? ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുന്നമേ മരണം ആസ്വദിക്കുകയില്ലെന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായ ശിമയോൻ. ഈ ശിമയോൻ്റെ 2 മക്കളുണ്ടായിരുന്നു. അവർ 2 മരിച്ചു.
ശിമയോൻ്റെ മൂത്ത മകൻ മരിച്ചു. അദ്ദേഹം ഈ പർദീസയിലെത്തി, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിലെത്തി വെച്ച് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ അപ്പൻ ദൈവത്തെ മാത്രം സേവിച്ച് ജീവിക്കുന്ന ഒരാളാണ്. സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന എൻ്റെ അപ്പൻ ആ കുട്ടിയെ എൻ്റെ അപ്പൻ്റെ കണ്ണ് കാണുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ഏതായാലും മനുഷ്യനല്ലേ, കൂടിയ 900 വർഷം, അതിനപ്പുറത്തോട്ടില്ലല്ലോ. ഇഞ്ഞു വരും, എൻ്റെ അപ്പൻ കണ്ടേച്ചേ വരത്തുള്ളൂ. അപ്പം ജനനം നടന്നിരിക്കും. ഓ, പിള്ളേർ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തേണ്ട ശിമയോൻ്റെ രണ്ടാമത്തെ മോനും ചെന്നേച്ച് ഇത് തന്നെ പറഞ്ഞു, ഞാൻ കണ്ടടാ, എൻ്റെ അപ്പൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ശിശുവിനെ കണ്ടേച്ചേ വരത്തുള്ളൂ, ശിശുവിനെ കാണാതെ വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേണ്ട യോഹന്നാൻ സ്നാപകൻ ഇറങ്ങി ചെല്ലുന്നത്. യോഹന്നാൻ പറഞ്ഞടാ, ഞാൻ മുക്കിയേച്ചാടാ വരുന്നത്, മുങ്ങിക്കഴിഞ്ഞടാ, വരും, ഇവിടെ തീർച്ചയായും വരും. ഇത് കഴിഞ്ഞപ്പോഴാണ് ശിമയോൻ ഇറങ്ങി ചെല്ലുന്നത്. ശിമയോൻ ഇറങ്ങി ചെന്നേച്ച് പറഞ്ഞു, ജനിച്ചടാ, ഞാൻ ദേവാലയത്തിൽ പോയി കണ്ടു, കുഞ്ഞിനെ എൻ്റെ കയ്യിലെടുത്ത് ദൈവത്തെ പുകഴ്ത്തിയേച്ചാടാ വരുന്നത്, കൃത്യമായും വരും. ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നരകത്തിൻ്റെ പടിക്കൽ ഒരു സംഗീതം കേൾക്കാൻ. 24-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗമാ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ ദൈവമായ ഭാഗമില്ല, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഈ പാട്ട് കേട്ടു. നരകത്തിൻ്റെ അധിപൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബലിയാൽ. നരകത്തിൻ്റെ അധിപനായ ബലിയാൽ ഈ പാട്ട് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇരുമ്പോടാമ്പലുകളെ അടയ്ക്കുക, താമ്രക്കതകുകളെ ഭദ്രമാക്കുക, യാതൊരു ശക്തിയും അകത്ത് കയറാതെ സൂക്ഷിക്കുക. ആ സ്ഥലത്തിൻ്റെ കാവൽക്കാർ അടച്ചു സൂക്ഷിച്ചു. എന്നിട്ട് അയാൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ആരടാ ഈ മഹത്വത്തിൻ്റെ രാജാവ്? എപ്പോൾ കയറുമെന്നൊന്ന് കാണട്ടെ. വീണ്ടും അതേ പാട്ട് തന്നെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക. 24-ാം സങ്കീർത്തനത്തിൽ അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇത് കുറിച്ച് വെച്ചത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുക, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെ ഇത് പറയുകയും നരകവാതിലുകൾ പൊളിഞ്ഞ് അകത്തോട്ട് വീണു. യേശു പാതാള ലോകത്തിൽ കയറി നിന്നു. യേശു പാതാള ലോകത്തിൽ കയറി എന്നുവെച്ച് നരകത്തിൻ്റെ അധിപനോട് പറഞ്ഞു, ഇവിടെ വാ. അവൻ വിറച്ചുകൊണ്ട് വന്നു. വെക്കടാ താക്കോൽ. എന്തിൻ്റെയൊക്കെ താക്കോലാണെന്ന് ആ പുസ്തകത്തിനകത്ത് പറയുന്നില്ല. ഒരു താക്കോൽ കൂട്ടം നരകത്തിൻ്റെ യജമാനൻ കൊണ്ടുവന്ന് വെച്ച് പറഞ്ഞു, പക്ഷെ നിനക്കിത് വാങ്ങാൻ റൈറ്റില്ല. ആദം പാപം ചെയ്തതിനാൽ പിന്നെ പാപം ചെയ്തവരുടെ നീണ്ട ഒരു ലിസ്റ്റ്, ഇത് മൊത്തം ഇങ്ങോട്ട് പറഞ്ഞു, ഇത്രയും പാപങ്ങൾ ഞങ്ങൾ വരുത്തി വെച്ചതിനാൽ ഈ ചാവി എൻ്റെ കയ്യിലിരിക്കും, വാങ്ങാൻ നിനക്ക് അവകാശമില്ല. യേശു ഉടനെ പറഞ്ഞു, അതിൻ്റെ പരിഹാരമാണടാ കാൽവറിയിൽ. ഇതുവരെ ബോഡി ആണിയെന്ന് ഇറക്കിയിട്ടില്ല, തൂങ്ങി നിൽക്കുന്നത് നിനക്ക് കാണാം. രക്തം കൃപാസനത്തിൻ്റെ മേൽ വീണ് കഴിഞ്ഞു. ആകയാൽ എൻ്റെ ജനത്തിന് പാപശാന്തി. എന്നിട്ട് അതിനകത്ത് പറയുന്നത് 3 താക്കോലുകൾ യേശു ഊരിയെടുത്തു. ഈ പറയുന്ന ആ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ഏതൊക്കെയാണ് താക്കോലെന്ന് അതിനകത്ത് എഴുതിയിട്ടില്ല, എനിക്കറിയത്തില്ല. 3 താക്കോലുകൾ യേശു അതിൽ നൂരിയെടുത്ത് കയ്യിലെടുത്തേച്ച് ബാക്കി താക്കോൽ കൂട്ടം അവൻ്റെ കൈ കൊടുത്തേച്ച് പറഞ്ഞു, മഹാപുരുഷാരത്തോട് ഒരുമിച്ച്, സ്വർഗീയ സേനയോട് ഒരുമിച്ച് ഞാൻ വന്ന് നിന്നെ കൈയും കാലും ബന്ധിച്ച് നരകത്തിൽ തള്ളി, അന്ന് നിൻ്റെ കയ്യിൽ നിന്ന് ബാക്കി താക്കോൽ വാങ്ങിച്ചോളാം, അതുവരെ വെച്ചോ. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് യേശു പറയുന്നത് എനിക്കറിയാം. 3 താക്കോൽ വാങ്ങിച്ചു എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 താക്കോലെന്ന് എഴുതിയിട്ടില്ല. തുടർന്ന് ആ പുസ്തകം മുഴുവനും പീലാത്തോസിൻ്റെ ചരിത്രവും ആദിമ പെന്തക്കോസ്ത് സഭയുടെ ചരിത്രവുമാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് നിക്കോദിമോസിൻ്റെ സുവിശേഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം, ചാവുകയുടെ ലിഖിതത്തിലെ ഒരു ഗ്രന്ഥം. ഞാൻ പറഞ്ഞില്ല 45,000 പേജാണ് അങ്ങ് കിടക്കുക. ഇത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്കുണ്ട്. ഓക്കെ, ഞാൻ ചാവുകയുടെ ലിഖിതത്തിലേക്ക് മടങ്ങി വരട്ടെ, ചരിത്രത്തിലേക്ക് മടങ്ങി വരട്ടെ. ചാവുകയുടെ ലിഖിതമല്ല, ചരിത്രത്തിലേക്ക് മടങ്ങി വരട്ടെ. പെന്തക്കോസ്തിൻ്റെ ഉത്ഭവ സമയത്ത് നടന്ന സംഭവം. ഒരഗ്നിഗോളം അവർക്ക് മീതെ വന്നു നിന്നു. അഗ്നി എന്നത് ദൈവസാന്നിധ്യത്തെ കുറിക്കുന്ന തിയോഫനിയ, ദൈവത്തെ കാണാനുള്ള ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള ഓരോ സന്ദർഭങ്ങളെയാണ്, ഓരോ ദൃശ്യങ്ങളെയാണ് തിയോഫനി, ഓരോ വെളിപ്പാടുകളെയാണ് തിയോഫനി എന്ന് വിളിക്കുന്നത്. ഇത് ദൈവത്തിങ്കിൽ നിന്നാണ് എന്ന ഒരു വെളിപ്പാട് അവർക്ക് ലഭിക്കേണ്ടതിന് ഒരഗ്നിഗോളം അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ആ അഗ്നിഗോളത്തിൽ നിന്നും ചിന്നിച്ചിതറിയ ജ്വാലകൾ
വന്ന് ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന ശൈലി ഭയങ്കരമാണ്. ഓരോരുത്തൻ്റെ മേൽ പതിയുവാൻ വേണ്ടി ജ്വാലകൾ അവയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് പകൽ നമ്മുടെ മേലൊക്കെ ചില ജ്വാലകൾ പതിയണം കേട്ടോ. ഒരുവൻ്റെ മേൽ പ്രവചനത്തിൻ്റെ ജ്വാല, വേറൊരാളുടെ മേൽ പ്രസംഗത്തിൻ്റെ ജ്വാല, ഇനി ഒരാളിൻ്റെ മേൽ വേറൊരു ജ്വാല, പ്രാർത്ഥനയുടെ ജ്വാല, വിശ്വാസത്തിൻ്റെ ജ്വാല. തീർന്നില്ല, ഒരുവൻ്റെ മേൽ പണമുണ്ടാക്കുന്ന ജ്വാല. എന്തിനാ? സഭയ്ക്ക് പണം വേണം. വേറൊരുവൻ്റെ മേൽ അധികാരസ്ഥാനങ്ങളിൽ കയറേണ്ടതിൻ്റെ ജ്വാല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തലമുറകളിൽ പ്രാപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മതപീഠം നടക്കത്തില്ലായിരുന്നു. വ്യത്യസ്ത ജ്വാലകൾ ഓരോരുത്തൻ്റെ മേൽ പതിയേണ്ടതുണ്ട്. പതിയേണ്ട ജ്വാലകൾ അതിൽ നിന്ന് ചിന്നിച്ചിതറി വന്ന് ഓരോരുത്തൻ്റെ മേൽ പതിയുവാൻ തുടങ്ങി. ഓക്കെ, അവർ ആത്മാവിൽ നിറഞ്ഞു. ഞാൻ അതിൽ കൂടുതൽ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഓരോരുത്തൻ്റെ മേൽ ജ്വാലകൾ വന്നു പതിഞ്ഞു. അവർ ആത്മാവിനാൽ നിറഞ്ഞു. ആ ജ്വാലകളെക്കുറിച്ചുള്ള വ്യത്യസ്ത വിശദീകരണങ്ങൾ വേദപുസ്തകത്തിൻ്റെ വ്യത്യസ്ത വേർഷനുകളിൽ നിന്ന് ഇട്ടതാണ് ഈ കാണുന്നത്. ഞാനിതൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല. രണ്ടായാലും 120 പേരുടെ മേൽ ജ്വാലകൾ വന്ന് പതിഞ്ഞു. ഇതിൻ്റെ അപ്പർ ചേംബർ, ആ മുകളിലത്തെ ആ നിലയിൽ, ഇതിൻ്റെ അപ്പർ ചേംബർ, അവിടെയായിരുന്ന മാളിക, ആ മാളികയ്ക്കകത്ത് വന്ന് നിറയുന്ന പരിശുദ്ധാത്മാവ്. ഇതാണ് പെന്തക്കോസ്റ്റ്. മുന്നോട്ട് പോകാം. പെന്തക്കോസ്റ്റ്, ദി ഡിസൈപ്പിൾസ് ആൻഡ് ജൂസ്. പഴയ നിയമത്തിലെ യഹൂദന്മാർ പെന്തക്കോസ്റ്റിൻ്റെ പെരുന്നാൾ കൊണ്ടാടുന്നുണ്ട്. അവർ ദേവാലയത്തിൽ വരും, പെരുന്നാൾ ആഘോഷിച്ച് അവർ മടങ്ങിപ്പോവും. പുതിയ നിയമത്തിൻ്റെ പെരുന്നാളാഘോഷമല്ല. പുതിയ നിയമത്തിൽ നാം യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ കൊണ്ടാടുക. ഞാൻ ഇതിനിടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നമ്മൾ പെരുന്നാളാഘോഷമാണോ അതോ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും? സത്യമായിട്ട് നമ്മുടെ 99% പ്രസംഗങ്ങളും പെരുന്നാളാഘോഷമാണ്. ഇവിടെയൊക്കെ പഴയതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുക, അല്ലാതെ നമ്മുടെ ഒന്നും ഇല്ല. ഒന്നും പ്രാപിക്കാതെ പോവുക. ആ സിസ്റ്റം ഒന്ന് മാറട്ടെ. നമ്മൾ ചിലത് വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് വന്നത്. ഒരു പെരുന്നാളാഘോഷമായി നിൽക്കരുത്. അവിടുന്ന് ഒന്ന് അനക്കി കൊടുക്കാം. അതെന്തോ ഒന്ന് ഓക്കെ, ഇനി നോക്കണം. ദി അനോയിൻറ്റിങ്. മത്തായിയുടെ സുവിശേഷം 3:11 ഞാൻ തീ അയക്കുവാൻ വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു. ആ തീയാണ് കത്തിയത്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കാതെ. മത്തായി 11. ലൂക്കോസ് 12 യേശു പറയുന്നത്, ഞാൻ ഭൂമിയിൽ തീയിടുവാനാണ് വന്നത്. ആ തീയാണ് പെന്തക്കോസ്ത് നാളിൽ കത്തിയത്. ഇതിനെക്കുറിച്ച് YLT എന്ന് പറയുന്ന ഒരു തർജ്ജമയുണ്ട് ബൈബിളിന്. കിങ് ജെയിംസ് വെർഷനാണ് ഞാൻ അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നത്. NIV, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനാണ് ഒത്തിരി പേര് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാനത് അംഗീകരിക്കുന്നില്ല. കാര്യം അതിനകത്ത് മണ്ടത്തരങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനത് അംഗീകരിക്കുന്നില്ല. YLT, കിങ് ജെയിംസ് വെർഷൻ്റെ വേറെ ഒരു പതിപ്പാണ്. ഇതിനകത്ത് ഒറിജിനൽ ലാംഗ്വേജ് ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്ത് കറക്റ്റ് വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കിങ് ജെയിംസ് തന്നെ, എന്നാൽ ഒറിജിനൽ ഭാഷ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് അതിനകത്ത് വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് YLT പറയുന്നത്, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടാകുന്നതല്ല, ലൈക്ക് എ വയലൻ്റ് ബ്രത്ത്, ഒരാൾ ശക്തിയായി വേറൊരാളുടെ മേൽ ഊതുന്നത് പോലെ ഒരു ഊത്തുണ്ടായി. ആദമിൻ്റെ മേൽ ഊതിയത്, യേശു ഒടുക്കത്തെ ആദം ഏറ്റെടുത്തത്, ആത്മാവിനെ പിതാവിങ്കിലേക്ക് തിരിച്ചേൽപ്പിച്ചത് എല്ലാം ഊത്തുകൊണ്ടാണ്. യേശു തന്നെ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാരുടെ മേൽ ഊതിയത്. എന്നിട്ട് പറഞ്ഞ്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കുക, ഇനിയും ഒരു വലിയ ഊത്ത് നടക്കാനുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ലൈക്ക് എ വയലൻ്റ് ബ്രത്ത്, ഭയങ്കര ശക്തമായ ഒരു ഊത്തുപോലെ ഒരു വലിയ മാരി അവരുടെ നടുവിൽ വരികയും അതിൻ്റെ നടുവിൽ അവർ അഭിഷക്തരായി മാറുകയും ചെയ്തു. ഹോളി സ്പിരിറ്റ് ലൈക്ക് എ വിൻഡ്, അതൊരു കാറ്റെന്നതുപോലെ അടിച്ചു. ഞാനത് ഭാഗങ്ങൾ എടുക്കുന്നില്ല. ലൈക്ക് എ ഹെവി വിൻഡ്, ഒരു ശക്തിയേറിയ കാറ്റ് പോലെ. ഞാനിവിടെ 2-3 ഉപമകൾ കൊണ്ടുവരാൻ പോവാം. 2-3 ഉപമകൾ. ഒരു ശക്തിയേറിയ കാറ്റെന്നാൽ എന്തുവാ? എനിക്ക് കാറ്റില്ലാതെ ഇരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഒരു കൊച്ചു ഫാനിടാം. നമുക്കിവിടെ ഉണ്ട് ഒരു കൊച്ചു ഫാനിടാം. ഇതുകൊണ്ട് നമുക്ക് കാറ്റ് കിട്ടും. ഇതിനെ ഒരു വയലൻ്റ് ബ്രത്ത് എന്ന് വിളിക്കാനൊക്കത്തില്ല. ഇതിനെ ഒരു ശക്തിയുള്ള കാറ്റെന്ന് വിളിക്കാനൊക്കത്തില്ല. ഇച്ചിരൂടെ കാറ്റ് വേണമെങ്കിൽ ഞാനൊരു സീലിംഗ് ഫാൻ ഇടും. കാറ്റിൻ്റെ അളവ് ഇച്ചിരൂടെ കൂടും. പട്ടം പറപ്പിക്കാൻ പോകണമെങ്കിൽ ഒരു മലമണ്ടേ കയറി നിന്ന് പട്ടം പറപ്പിക്കും. കാര്യം ഒരു 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 സീലിംഗ് ഫാൻ കൊണ്ടും പട്ടം പറക്കത്തില്ല. പട്ടം പറപ്പിക്കാൻ ഇച്ചിരൂടെ കാറ്റ് വേണം.
നിങ്ങൾ പ്ലേ ചെയ്യേണ്ട കാര്യം, പ്ലേ ചെയ്താൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണ്. നമ്മുടെ ഒറീസയിൽ അടിച്ച ഒരു കൊടുങ്കാറ്റിൻ്റെ ഒരു രംഗമാണ് കാണിക്കുന്നത്. അത് ഫാനിൻ്റെ കാറ്റ് പോലല്ല. പെന്തക്കോസ്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അതൊരു കൊടിയ കാറ്റാണ്, പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. റെയ്നാഡ് ബോങ്കെ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം, ആരും എന്നോട് പ്രയാസം തോന്നരുത്. റെയ്നാഡ് ബോങ്കെ എന്നോട് പറഞ്ഞു, കൺവെൻഷനൊക്കെ നടത്താൻ വേണ്ടി ഞാൻ പലയിടത്തും ചെല്ലുമ്പോൾ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഒരു പാട്ടൊന്ന് പാടിക്കുകയോ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞിട കൊടുങ്കാറ്റിന് ആത്മീയ അന്തരീക്ഷവും. ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ ആരെങ്കിലും ഹാർമോണി വായിക്കണോ കൊടുങ്കാറ്റടിക്കാൻ? എൻ്റെ അകത്തിരിക്കുന്നത് ആത്മാവിൻ്റെ കൊടിയ കാറ്റാണ്. എന്നെ പാട്ട് പാടാനാ. ഒരു കൊടിയ കാറ്റ് നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരാത്മീയ അന്തരീക്ഷം ചോദിക്കാതെ ദുർഭൂതങ്ങൾ അലറി ഓടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നേ മതിയാകൂ. അങ്ങനെ ഒരു കാറ്റ് ഉണ്ടായേ മതിയാകൂ. ബെന്നിഹിന്നിൻ്റെ ഒരു ക്രൂസൈഡ് ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആരായിരുന്നു? ഞങ്ങളുടെ കർണാടകക്കാരനായ ഒരു ദേവഗൗഡ സാർ ഇരുന്നപ്പോൾ ബെന്നിഹിന് ഒരു രോഗിയെ അടുത്ത് വിളിച്ച് ശുശ്രൂഷിക്കുമ്പോൾ ആൾ ആത്മവിശുദ്ധയിൽ താഴെ വീണു. ഞാൻ ആ സ്റ്റേജിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അതേ സ്റ്റേജിൽ ഞാൻ ഇരിപ്പുണ്ട്. ദേവഗൗഡ സാർ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കുന്നത് കാണാറ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഗുണമൊന്നും ചെയ്തില്ല, ദോഷം ചെയ്തില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ പെന്തക്കോസ്തുകാരെ കുറ്റം പറഞ്ഞില്ല. കാരണം ഈ സൗഖ്യമാകുന്ന രോഗിയുടെ തൊട്ടടുക്കൽ ബെന്നിഹിന്നിൻ്റെ തൊട്ട് അദ്ദേഹം വന്ന് ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ വയലൻറ്റ് വിൻഡ്. നിസ്സാരമായതുകൊണ്ട് രക്ഷപ്പെടത്തില്ല. ഒരു വയലൻറ്റ് വിൻഡ് ഉണ്ടാക്കുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കപ്പെടാം. ഇനിയും ഞാൻ കമ്പയർ ടു പവർ ഓർ ലൈറ്റ്, ഇലക്ട്രിസിറ്റിയോടൊന്ന് താരതമ്യം ചെയ്യാം. ഒരു സിംഗിൾ സെല്ല് കൊടുത്താൽ ഒരു കൊച്ചു ബൾബ് കത്തിക്കാം. പക്ഷെ അതിന് കിട്ടുന്ന വെളിച്ചം അത്രയൊക്കെ ഉള്ളൂ. ഇച്ചിരൂടെ വലിയ ലൈറ്റ് വേണമെങ്കിൽ ഒരു വലിയ ബാറ്ററി കൊടുത്ത് ഒത്തിരിയും കൂടെ വലിപ്പമുള്ളൂ ഒന്ന് കത്തിക്കാം. അതിനും അതിൻ്റെ ലിമിറ്റുണ്ട്. ഇച്ചിരൂടെ വെളിച്ചം വേണമെങ്കിൽ നമ്മുടെ ഈ 230 വോൾട്ടേജിൽ ഉപയോഗിക്കുന്ന സാധാരണ ബൾബുകൾ ഉപയോഗിക്കാം. ഇതൊരു പവർഫുൾ ബൾബാണ്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ ഒരു ട്രാൻസ്ഫോർമർ വെക്കണമെങ്കിൽ ഇതുകൊണ്ടൊന്നും നടക്കുകയില്ല. നമ്മുടെ ചർച്ചിൽ ഞങ്ങളുടേതായ 2 ട്രാൻസ്ഫോർമറുകൾ ഇപ്പോഴുണ്ട്. ട്രാൻസ്ഫോർമർ വെക്കുന്ന സമയത്ത് ഞാനൊരു കുറച്ച് സ്ഥലം, എനിക്ക് വന്ന് 6 അടി നീളം 6 അടി വീതിയിൽ 2 സ്ഥലം അളന്നിട്ടേച്ച് ഇവിടോട്ട് ട്രാൻസ്ഫോർമർ വെച്ചോളാൻ പറഞ്ഞപ്പോൾ ആ എഞ്ചിനീയർ പറഞ്ഞു ഒരു നിവൃത്തിയില്ല, ഇതിനകത്ത് വെക്കത്തില്ല. ഒരു ട്രാൻസ്ഫോർമർ വെക്കണമെങ്കിൽ ഞങ്ങൾക്ക് എത്രയാണ്? 15 അടി നീളം 10 അടി വീതി സ്ഥലം വേണം. ഞാൻ ചോദിച്ചു, സാറേ അത്രയും സ്ഥലം എടുക്കാൻ ഞങ്ങളുടെ ഇല്ല, ഞങ്ങളുടെ കെട്ടിടം വെക്കാൻ സ്ഥലം വേണം. പുള്ളി പറഞ്ഞു ഒരു നിവൃത്തിയില്ല, ഇത് ബാറ്ററി വെച്ച് കത്തിക്കാൻ വരികയല്ല, വല്ല പിള്ളേരും തൊട്ട കരിഞ്ഞു പോകും. ഇത് പവർ കണക്ഷനാണ്. 1100 വോൾട്ടേജാണ് കണക്ട് ചെയ്യേണ്ടത്. അവിടെ ഞങ്ങൾക്ക് 1100 ഉള്ളൂ, 44,000 ഒക്കെ എടുക്കുന്നവരുണ്ട്. 1100 വോൾട്ടേജാണ് നീ ചോദിച്ചിരിക്കുന്നത്, അതാണ് നിനക്ക് കണക്ട് ചെയ്യേണ്ടത്. അതിന് ഇത്രയും വലിപ്പമുള്ളൊരു ഏരിയ കിട്ടിയേ പറ്റൂ. ഇറ്റ്സ് എ പവർ കണക്ഷൻ. ഇത് ബാറ്ററി വെച്ച് കളിക്കുകയല്ല. ഞാനും നിങ്ങൾ ഇരിക്കുന്നത് ഒരു പവറിലാണെന്നുള്ളത് മറക്കരുത്. അതിനെ തൊടുന്നവൻ അതിന് തക്ക പ്രിക്കോഷൻ ഉണ്ടായിരിക്കണം, അതിന് തക്ക ഇൻസുലേഷൻ ഉണ്ടായിരിക്കണം, അതിന് തക്ക ജീവിത മര്യാദകൾ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ തുടരുത്, തൊടുന്നവനത് നഷ്ടമായി വരും. ഞാനിവിടെ ഏറെക്കുറെ നിർത്തിയേ മതിയാകത്തുള്ളൂ. Whenever Christianity faded, there was revival on earth. ക്രിസ്ത്യാനിത്വം എന്നെങ്കിലും ബലഹീനമായി പോയെങ്കിൽ, താണുപോയെങ്കിൽ അക്കാലത്ത് എല്ലാം ഒരു റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. ഈ കാലത്ത് വീണ്ടും ക്രിസ്ത്യാനിത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റിവൈവൽ നടന്നേ മതിയാകൂ. അത് എന്നിലും നിങ്ങളിലും കൂടെയാണ് നടക്കേണ്ടത്. വെന്നെവർ ആംഗ്ലിക്കൻ ചർച്ചസ് രൂപീകരിക്കപ്പെട്ടത് ഒരു തകർച്ചയുടെ കാലത്താണ്. ലൂതറൻ ചർച്ചസ് ഉടലെടുത്തത് ഒരു തകർച്ചയുടെ കാലത്താണ്. കൊയ്ക്കേഴ്സ് മഹാതകർച്ചയുടെ കാലത്താണ്. പെന്തക്കോസ്റ്റൽസ്, ഇങ്ങനെ ഏത് സഭാവിഭാഗങ്ങൾ എടുത്താലും ഒരു തകർച്ചയുടെ കാലത്ത്, ഒരു ബലഹീനതയുടെ ഭാഗത്ത് പുതിയ ഉണർവായി ദൈവം അയക്കുകയായിരുന്നു. ഇൻ ദ പ്രസൻറ്റ് ഹിസ്റ്ററി വളരെ റീസെൻ്റായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് കണ്ടങ്ങ് പോകാൻ വേണ്ടിയാണ്. ഓറൽ റോബർട്ട്സ് അപ്പച്ചനെ നേരിട്ടൊന്ന് കാണാൻ എൻ്റെ ആയുസ്സിൽ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തുവശത്ത് കാണുന്നത് ഓറൽ റോബർട്ട്സിൻ്റെ ചെറിയ പ്രായമാണ്, വലത്തുവശത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്ത സമയമാണ്. അമേരിക്കയിൽ നടന്ന ആ വലിയ കൊടുങ്കാറ്റ് ആദ്യമേ തെക്കൻ ഭാഗങ്ങളിൽ അടിച്ചു.
വേശ്യ നഗരം എന്നറിയപ്പെടുന്ന ആ ഒരു പട്ടണം അങ്ങനെ വാഷ് ഓഫ് ചെയ്തു, തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനെ തുടർന്ന് ബെന്നിഹിനിൻ്റെ ഒരു ക്രൂസൈഡിൽ ഞാനും അന്ന് ആ മീറ്റിങ്ങിൽ ഇരിപ്പുണ്ട്. ഒരു ക്രൂസൈഡ് എന്ന് പറയാനൊക്കത്തില്ല, അതിനെ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ലീഡേഴ്സ് മീറ്റിങ്ങിൽ 12,000 പേരുണ്ടായിരുന്നു. ആ ലീഡേഴ്സ് മീറ്റിങ്ങിനകത്ത് അദ്ദേഹം ചോദിച്ചു, ആർക്കെങ്കിലും പ്രവാചകന്മാർക്ക് അടുത്ത കാറ്റ് എവിടെയായിരിക്കുമെന്ന് പ്രവചിക്കാമോ? ഇപ്പത്തേണ്ട ഓർലൻഡോയിൽ ഒരു വലിയ കാറ്റടിച്ചു. ആ സ്ഥലങ്ങളില്ല, അതിനെ വേശ്യ സിറ്റി എന്നാണ് പട്ടണമെന്നാണ് വിളിച്ചിരുന്നത്, അതില്ല. അടുത്ത കാറ്റ് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? നേരെ എഴുന്നേറ്റത് ഓറൽ റോബർട്ട്സാണ്. അപ്പച്ചൻ എഴുന്നേറ്റേച്ച് പറഞ്ഞു, ഓർലാൻഡോ പട്ടണത്തിൻ്റെ അരികിൽ പോയി ന്യായവിധിയുടെ വെള്ളങ്ങളെ വിളിക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ ആ പട്ടണത്തിൻ്റെ അരികെ ചെന്ന് ന്യായവിധിയുടെ വെള്ളങ്ങളെ പൊങ്ങി വരിക, ഈ പട്ടണം കൊണ്ടുപോകുക എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. രണ്ടാമത് ദൈവം എന്നോട് പറഞ്ഞു, ന്യൂജേഴ്സിയിൽ പോകുക. അങ്ങനെ ഞാൻ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിൻ്റെ തീരത്തും പോയി ന്യായവിധിയുടെ വെള്ളങ്ങളെ വിളിച്ചു. ഓർലൻഡോയിൽ അടിച്ച ശേഷം രണ്ടാമത്തെ കാറ്റടിച്ചത് ന്യൂജേഴ്സിയിലാണ്. അത്രയും പ്രവചനത്തിൽ പ്രയോജനപ്പെട്ടിരുന്ന മനുഷ്യനെ പ്രവചിച്ചു പോകുകയല്ല, പ്രവചനം ക്രിയാത്മകമാക്കുവാൻ. ഞാൻ പ്രവചിക്കുന്നത് സംഭവിക്കേണ്ടതിന് കാറ്റിനെ വിളിച്ചു വരുത്തുന്ന ഒരപ്പച്ചനായിരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ നടന്നിട്ടുള്ള രോഗശാന്തികൾ അവർണ്ണനീയം, വിവരിക്കാനൊക്കത്തില്ല. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഓറൽ റോബർട്ടിൻ്റെ തന്നെ വേറൊരു ഭാഗമായത് അല്ലൻ. ഇത് നമുക്ക് കാണാൻ നിവൃത്തിയില്ല, കാര്യം വീഡിയോ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു. അല്ലൻ സാഹിബിൻ്റെ ശുശ്രൂഷ കാലത്ത് എനിക്കൊന്ന് ഈ ശുശ്രൂഷ കാലത്ത് ഒരിക്കൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാകണം, നീ നിഴൽ വീഴിക്കണം. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും സൗഖ്യം ആഗ്രഹിക്കുന്ന 2-3 പേർ ഏത് രോഗമായാലും കുഴപ്പമില്ല, ഇനി കൊണ്ടുവന്ന് നിഴൽ വീഴ് സൗഖ്യമാകും. എടുത്തുകൊണ്ട് വന്നത് നീണ്ട വർഷങ്ങളായി തളർവാദ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു അമ്മച്ചിയെയാണ്. അമ്മച്ചിയുടെ ശരീരം അനങ്ങാതിരിക്കേണ്ടതിന് മുഴുവനും ഒരു കട്ടിലിനോട് ബെൽറ്റിട്ട് ചേർത്ത് ബന്ധിച്ച ഒരമ്മച്ചിയെ കൊണ്ട് മുന്നിലോട്ട് കിടത്തി. ഡോക്ടർ സർട്ടിഫിക്കറ്റ് പറഞ്ഞു, അവരുടെ ഭർത്താവ് അനുഭവം പറഞ്ഞു. അമ്മച്ചിക്ക് സംസാരിക്കാം. അമ്മച്ചിയോട് ചോദിച്ചു, ഒക്കുന്ന വാചകങ്ങളിൽ പറഞ്ഞു, ഞാൻ ദീർഘവർഷങ്ങളായി കിടക്കുക. അദ്ദേഹം പറഞ്ഞു, നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമാകണം എന്നൊരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, അതിന്ന് നടക്കാൻ പോവാം. എന്നിട്ട് നിഴൽ വീഴിക്കാൻ വേണ്ടി ഒന്ന് നടന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം ഇങ്ങോട്ട് മാറി നിന്നേച്ച് പറഞ്ഞു, ഞാൻ 3 സ്റ്റെപ്പുകൾ എടുക്കാൻ പോവാം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലൊന്ന് ഉറയ്ക്കാൻ ഒരവസരം താൻ തന്നെ എടുക്കുക, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഈ അമ്മച്ചിക്കൊരവസരം കൊടുക്കുകയാണ്. പറഞ്ഞു, 1-ാം സ്റ്റെപ്പ് പിതാവാം ദൈവത്തെയും, 2-ാം സ്റ്റെപ്പ് പുത്രനെയും, 3-ാം സ്റ്റെപ്പ് പരിശുദ്ധാത്മാവാം ദൈവത്തെയും കുറിക്കുന്നു. അമ്മച്ചി സൗഖ്യമായി എഴുന്നേൽക്കും. അതിന് മുന്നേ ശരീരത്തൊന്ന് കെട്ട് മുഴുവൻ അഴിക്കാൻ പറഞ്ഞു. കെട്ട് മുഴുവൻ അഴിച്ചു. ഒരു കൈയെങ്കിലും പൊക്കാൻ പറഞ്ഞു, അനക്കാൻ പറഞ്ഞു, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് 1-ാമത്തെ സ്റ്റെപ്പ് പിതാവിന് വേണ്ടി, 2-ാമത്തെ സ്റ്റെപ്പ് പുത്രന് വേണ്ടി, 3-ാമത്തെ സ്റ്റെപ്പ് പരിശുദ്ധാത്മാവിന് വേണ്ടി. ഇത് പറയുകയും നിഴൽ അമ്മച്ചിയുടെ ശരീരത്തോട്ട് വീഴുകയും ഒരനക്കം കണ്ടു. 1 മിനിറ്റിനകം, ഇതെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട്, നമുക്ക് പ്ലേ ചെയ്യാൻ നിവൃത്തിയില്ല. 1 മിനിറ്റിനകം അമ്മച്ചി പതിയെ എഴുന്നേൽക്കുകയാണ്. പലരും ചേർന്ന് സഹായിച്ച് അമ്മച്ചി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ശക്തിയേറിയ ഭൂതശാന്തി ശുശ്രൂഷകൾ കാണാം. ഞാനത് പറയുമ്പോൾ ഒരു പദം പറയട്ടെ. നമ്മൾ പല ഭൂതങ്ങളെയും പറഞ്ഞയക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഭൂതങ്ങളെ പുറത്താക്കാൻ കർത്താവ് തന്നു. നമ്മൾ ആരും പറഞ്ഞാൽ എളുപ്പം പുറത്താകാത്ത വേറൊരു കൂട്ടം ഭൂതങ്ങളുണ്ട്. കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിപ്പിക്കുന്ന ഒരു തരം ഭൂതം. ഇവരൊക്കെ അതിനെ പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിപ്പിക്കുക. കാരണം സ്പിരിച്വൽ ഹസ്ബൻഡ്സ് ആൻഡ് സ്പിരിച്വൽ വൈഫ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ആത്മീകമായി ഒരു ഭർത്താവായി ഒരു ദുർഭൂതം വന്നൊരു പെൺകുട്ടിയുടെ അടുക്കൽ അഭിനയിക്കുക. ആത്മീകമായി ഒരു ഭാര്യയായി ഒരു പുരുഷൻ്റെ അടുക്കൽ വന്ന് ഒരു ഭൂതം അഭിനയിക്കുക. അവർക്കൊരു സ്ത്രീയെ കാണത്തില്ല, ഒരു പുരുഷനെ കാണത്തില്ല, പക്ഷേ സ്വന്തം ഭാര്യയോടും സ്വന്തം ഭർത്താവിനോട് എവിടുന്നറിയാൻ വയ്യാത്തൊരു വിരോധം. ഒരുമിച്ച് താമസിക്കത്തില്ല, ഒരുമിച്ച് നടക്കത്തില്ല, ഒരുമിച്ച് സംസാരിക്കത്തില്ല, എന്തോ ഒരു വിരോധം. ഈ ദുഷ്ടപ്പിശാചിനെ പുറത്താക്കിയ അടുത്ത സെക്കൻഡിൽ അവർ ഒരുമിച്ച് സന്തോഷമായി പോകുന്നതാണ്. ഇവരെല്ലാം ചെയ്യാറുണ്ടായിരുന്ന ഒന്നാ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ. കർത്താവ് കൃപാവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ എന്തും വേണ്ടും കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയേനെ. നമുക്ക് അറിഞ്ഞുകൂടാ ഇത് എന്തുകൊണ്ടാണ്, ഞാൻ അവിടെ വിശദീകരിക്കുന്നില്ല. ഇതും അതുപോലെ തന്നെ അല്ലൻ്റെ മിറക്കിൾസുകളിൽ ചിലതാണ്.
കെന്നത്ത് ഹേഗൻ, ഓ ഗോഡ്, ഒടുവിലായി രംഗത്ത് വന്ന അപാര ദൈവശക്തി കൈകാര്യം ചെയ്തിരുന്ന, വിശ്വാസം കൈകാര്യം ചെയ്തിരുന്നായിരുന്നു കെന്നത്ത് ഹേഗൻ. ഇതിനകത്തെല്ലാം വീഡിയോ ഉള്ളതാണ്, പക്ഷേ നമുക്ക് പ്ലേ ചെയ്യാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ആളുകൾ തെറിക്കുന്നതും വീഴുന്നതും പോകുന്നതും ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടായി വരുന്നതും എല്ലാം കാണത്തക്ക പെന്തക്കോസ്തി ദിവസങ്ങളിൽ വലുതാ ബെൻഹെൻ. ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച വഴികൾ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ബാംഗ്ലൂരിൽ വരുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തൊട്ടടുത്ത് പോയി നോക്കി നിൽക്കുന്ന കാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്. ഇത് അദ്ദേഹം കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ബെൻഹെൻ കാണാമോ പുറകിൽ? ബെൻഹെൻ കൈ ചൂണ്ടിക്കൊണ്ട് നിന്നേച്ച് പറയുകയാണ് ആളുകളോട്. ഇതെല്ലാം വീഡിയോയാണ്. നിങ്ങൾ ആത്മീയർ എഴുന്നേറ്റ് ഈ ഏരിയയിൽ കൂടെ ഒന്ന് പോകാൻ, അവിടെ കുറച്ച് സ്ഥലം കാലി കിടപ്പുണ്ട്, അതിലേ ഒന്ന് പോകാൻ. അവിടെ ചവിട്ടുന്നവൻ തെറിക്കുന്നത് കാണാം. ആളുകൾ ആത്മാവിൻ്റെ ചലനത്തിലാകുന്നത് കാണാം. ക്രിസ്വയ ഖലാമോസ് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനെ, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഇവരുടെ ചരിത്രം നിർത്തട്ടെ. ഇത് ദൈവിക കാബോധ് നിറഞ്ഞു നിൽക്കുന്ന ഓയഖലാമയുടെ ജീവിതത്തിൽ ദൈവിക തേജസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗം അദ്ദേഹം കാണിക്കുക. അടുത്തൂടെങ്ങും പോകാനൊക്കത്തില്ല, അവിടെ എല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുക. ഞാൻ ഇതെല്ലാം നിർത്തിവെച്ചൊന്ന് ചോദിക്കട്ടെ സഹോദരന്മാരെ, ഐ നീഡ് എ ഹെവി പവർ. നിങ്ങളിൽ ചിലർക്ക് വൻ ശക്തി വേണമെങ്കിൽ നമുക്ക് ഇന്ന് പ്രാപിക്കണം. ചെറിയ ഒരു ടോർച്ചിൻ്റെ സെല്ലിട്ട് കത്തിക്കുന്ന ബൾബായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ തയ്യാറല്ല. എനിക്കൊരു പവറുമായിട്ട് പോകണം. ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ദൈവശക്തി ഒന്ന് അടിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഞാൻ തുടർന്ന് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. 2-3 ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഞ്ഞ് മാറിയിട്ട് ഇതെല്ലാം ഇതിനകത്ത് വലിയ പ്രസംഗങ്ങളൊക്കെ കിടക്കുക. കൃപാവരങ്ങളിൽ ഒന്നുകിൽ അന്യഭാഷയാകാം, അല്ലെങ്കിൽ അന്യഭാഷകൾ സംസാരിച്ചെന്ന് വരാം, അതിൻ്റെ വ്യാഖ്യാനമായി എന്ന് വരാം, സങ്കീർത്തനമായി എന്ന് വരാം, ഉപദേശമായി എന്ന് വരാം, വെളിപ്പാടായി എന്ന് വരാം, എക്സോട്ടേഷൻസ് പ്രബോധനങ്ങളായി എന്ന് വരാം, പ്രവചനങ്ങളായി എന്ന് വരാം. ഏത് കൃപാവരം ദൈവം തന്നാലും ആത്മീക വർധനയ്ക്കാകട്ടെ. ഇന്ന് പകൽ കർത്താവേ, അത് ആത്മീക വർധനയ്ക്കായിരിക്കും എന്ന് പറയുന്നെങ്കിൽ ഒരു ചോദ്യം കൂടെ എന്നോട് ഞാൻ തന്നെ ചോദിക്കാം, നമുക്ക് ഓരോരുത്തർക്കും ചോദിക്കാം. ഒരഭിഷേകത്തിന് വേണ്ടി ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണുമോ? ദൈവം എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എൻ്റെ കയ്യിൽ ഒരു അഭിഷേകം തരുമോ? ദൈവം എന്നെ വിശ്വസ്തയെന്ന് എണ്ണി എൻ്റെ കയ്യിലൊരു കൃപാവരം ഏൽപ്പിക്കുമോ? കർത്താവേ, എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എൻ്റെ കയ്യിലൊരു കൃപാവരം തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായി പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി രഞ്ജിത്ത് പാസ്റ്ററും കൂടെ മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു. ആർക്കു വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിക്കാൻ, പാസ്റ്റർ രഞ്ജിത്തും കൂടെ മുൻപോട്ട് വന്നാൽ നന്നായിരുന്നു. അദ്ദേഹം വരട്ടെ. എനിക്ക് തോന്നുന്നത് സഭാ എൽഡേഴ്സിനും ശുശ്രൂഷകന്മാർക്കും വേണ്ടിയാണ്. ഞാൻ ഈ എടുത്തു വന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മുടെ ഇൻഫർമേഷനിൽ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നു. ദൈവത്തിനൊരു പ്രത്യേകത കൊണ്ട്, എറിയുന്നവൻ്റെ കയ്യിലേ കല്ല് കൊടുക്കത്തുള്ളൂ, എറിയാത്തവൻ്റെ കൊടുക്കില്ല. അവൻ്റെ കൊടുത്താൽ ആ കല്ലും കൂടെ നഷ്ടമാണ്. കർത്താവിനെ ഏൽപ്പിക്കുന്നത് ഞാൻ പരസ്യമായി പറയും, ലജ്ജിക്കത്തില്ല എന്നത് ദൈവത്തിനറിയാം. പക്ഷേ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെയൊക്കെ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പാസ്റ്ററും കൂടെ തീരുമാനിച്ചാൽ നല്ലതാണ്. 1995 എത്ര വർഷമായി? 30 വർഷം പുറകിൽ അന്നത്തെ ഷാരോൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരു പാസ്റ്റർ എബ്രഹാമായിരുന്നു തോന്നുന്നു. എന്ത് എബ്രഹാമായിരുന്നു ഞാൻ മറന്നുപോയി. എനിക്ക് ഒരു കോൺഫറൻസിന് പോകാൻ ഒരു 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 പെർമിഷൻ ഉണ്ടാക്കി തന്നു. കൊറിയയിൽ നടക്കുന്ന ഒരു 15 ദിവസത്തെ മീറ്റിംഗാണ്. ഒരു 15 ദിവസത്തെ മീറ്റിംഗ്. അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ അനേക പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാൻ കാണുന്നതും അറിയുന്നതുമൊക്കെ. ഞാനും ആ ദൈവദാസനും ഒരുപോലെ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഞാൻ ആ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആത്മവിവശത, അനുഗ്രഹങ്ങളും ശാപങ്ങളും
പല കാര്യങ്ങൾ, പൊതുജനത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമാണ്, ഞാൻ ചെയ്തു, ഞാനത് ചെയ്തു. അന്ന് ഈ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ചു പറഞ്ഞ്, ബ്രദറെ ഇത് സത്യമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ സ്വതന്ത്രനായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്കിത് ചെയ്യാം, ആരും ചോദിക്കാനില്ല. ഞാനൊരു കെട്ടുമൂട്ടിലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനൊക്കുകയില്ല. നിങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രനാക്കിയ ദൈവദാസ നിങ്ങളും സ്വതന്ത്രനായി ഇറങ്ങി വാ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഒരു 3 വർഷം കൊണ്ട് എൻ്റെ ചർച്ചിൽ 12,000 പുതിയ മെമ്പേഴ്സ് സ്നാനപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരാളുമില്ല. ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല. കർത്താവ് എന്നെ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരോട് അനുവാദം ചോദിക്കാതെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യും എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ, ആവശ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുക. അനേകരിലേക്ക് ദൈവം ഈ കൃപാവരം കൈമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനേക കൃപാവരങ്ങൾ കൈമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടെന്ന് പറയാം, കർത്താവേ അടിയനിലേക്ക് ഈ കൃപാവരം കൈമാറണം. ഞാൻ എൻ്റെ മുൻപിൽ വരുന്ന ഏതു മനുഷ്യന് വേണ്ടിയും പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ അനുവദിക്കുന്നവരായിരിക്കും വരുന്നത്. ഏതു മനുഷ്യന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ചായിരിക്കും കൃപാവരത്തിൻ്റെ വ്യാപാരം. പുതിയ നിയമം പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ആ വീടിന് സമാധാനം പറയണം. ആ വീട്ടിലൊരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ അവൻ്റെ മേൽ സമാധാനം വരും. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി വരും. എൻ്റെ മുൻപിൽ ആര് വരുന്നോ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കും. നിങ്ങളിൽ സമാധാന പുരുഷന്മാരുണ്ടെങ്കിൽ, അഭിഷേകം അർഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ മേൽ അഭിഷേകം വ്യാപരിക്കും, അല്ലാത്തവരുടെ ഇഞ്ഞ് തിരിച്ചു പോരും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ, ഇടപെടണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവം മുമ്പിൽ ഒന്നായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ എനിക്കൊരു നടത്തിപ്പുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ്, അവരുടെ ഫാമിലീസ് കയറി നിന്നുണ്ട്. പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ്. കയറി നിൽക്കുക. പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ആൻഡ് അവരുടെ ഫാമിലീസ്, അവരുടെ ഭാര്യമാർ ഇവിടെ കയറി നിൽക്കുക. ഒരു പക്ഷെങ്കിൽ ആത്മവിവശത ഉണ്ടാകണമെന്നില്ല, ഉണ്ടായിക്കൂടുന്നില്ല, എന്തും സംഭവിക്കാം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഒരു പ്രിക്കോഷനായിട്ട് പുറകിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആരൊക്കെ ആത്മവിശുദ്ധയിൽ വീഴും ദൈവത്തിന് മാത്രം അറിയാം, എനിക്കറിഞ്ഞുകൂടാ. ആത്മവിശുദ്ധ കൊണ്ട് കൃപാവരങ്ങളുടെ കൈമാറ്റം നടക്കുമോ? നടക്കും. രോഗശാന്തികൾ നടക്കുമോ? നടക്കും. സ്വഭാവമാറ്റം നടക്കും. ഇങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് ദൈവം ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. ഒരു സഹോദരി ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആ സഹോദരി